അനുകരണമോ അഭിനയമോ സംവിധാനമോ, ഇതിലേതിനോടാണ് ഏറ്റവും കൂടുതൽ അഭിനിവേശം എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ അറിയാത്ത ഒരു പാവം കൊച്ചിക്കാരൻ പയ്യൻ. മെലിഞ്ഞ ശരീരവും പതിഞ്ഞ ശബ്ദവുമുള്ള അയാൾ സൗഹൃദ സംഘങ്ങളിൽ മിതഭാഷയായിരുന്നു. നാട്ടുകാർ ആദ്യമൊക്കെ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനുകരണ കളരികളിലും ചിരി അരങ്ങിലുമായിരുന്നു. അങ്ങനെ സർഗാത്മകമായ അവന്റെ സൗഹൃദങ്ങളിൽ നിന്ന് അവനേക്കാൾ പൊക്കവും മുഴങ്ങുന്ന ശബ്ദവുമുള്ള മറ്റൊരു മിടുക്കനെ തന്റെ ഇരട്ട സഹോദരനെ പോലെ കാലം അവന് സമ്മാനിച്ചു. അവരൊന്നിച്ച് അത്ര കാലം അവർ കയ്യടി നേടിയ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപത്തെ ഒന്നിലേറെ പേർ ചേർന്ന് നിരന്നു നിൽക്കുന്ന മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചു. ഒരു പുതിയ കലാരൂപത്തിന്റെ തലതൊട്ടപ്പന്മാരായി അവർ മാറി. ഫാസിൽ സ്കൂളിലെ ചലച്ചിത്ര വിദ്യാഭ്യാസത്തിന് ശേഷം മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഓരോന്നോരോന്നായി അവർ തകർത്തെറിഞ്ഞു. പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തു. ഇതിനിടയിൽ ആത്മമിത്രം അഭിനയ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെച്ചപ്പോഴും ഒട്ടും ഉലച്ചിൽ തട്ടാത്ത സൗഹൃദത്തോടെ അദ്ദേഹത്തിന്റെ വിജയപ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. അതെ, ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകളും അതിലേറെ ഹിറ്റായ ക്യാരക്ടറുകളും കൊണ്ട് മലയാളി ഉള്ളിടത്തോളം കാലം മാഞ്ഞുപോകാത്ത എത്രയോ ചിത്രങ്ങളുടെ ഗോഡ് ഫാദർ. മരണം വരെ സിനിമയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എഴുതാനും പറയാനും ആവിഷ്കരിക്കാനും ഒത്തിരി ചലച്ചിത്ര സൃഷ്ടികൾ ബാക്കിയാക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മോട് വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും സിദ്ദിഖ്. സിനിമാ സൗഹൃദ സംഘങ്ങളിൽ, സിനിമയുടെ കൂട്ടായ്മയിൽ ഈ അടുത്ത കാലം വരെ സിദ്ദിഖ് വരുന്നു എന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവൻ ചോദിക്കും, നടൻ സിദ്ദിഖോ സംവിധായകൻ സിദ്ദിഖോ? അതൊന്ന്. ലാലേട്ടൻ വരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കും, ഏത് മോഹൻലാലോ അതോ സിദ്ദിഖ് ലാലിലെ ലാലോ? അങ്ങനെ സിദ്ദിഖ് എന്ന പേരിനോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ മറ്റൊരു പേരുകാരൻ. ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത സിനിമകളുടെ എണ്ണമോ നിർമ്മിച്ച സിനിമകളുടെ എണ്ണമോ അദ്ദേഹം സിനിമയിലൂടെ തന്റെ കിരീടത്തിലേക്ക് വെച്ചു ചേർത്ത പൊൻതൂവലുകളുടെ എണ്ണമോ ഒന്നും ഞാൻ പറയുന്നില്ല. സിദ്ദിഖ് എന്ന ഈ അതുല്യ സംവിധായകനോടൊപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ ആ പേരിനോടൊപ്പം സ്വന്തം പേരെഴുതി ചേർത്ത മറ്റൊരാൾ, അദ്ദേഹമല്ലാതെ ആരാണ് ഈ എപ്പിസോഡിൽ ആദ്യമായി വരേണ്ടത്? സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിൽ നിന്നും സിദ്ദിഖ് എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ സർ. നമസ്കാരം. ലാൽ സാർ ഇവിടെ വരുമ്പോ ഒരുപക്ഷെ ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിന് ശേഷം പല സന്ദർഭങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കപ്പെട്ടതും, എന്നാൽ ഇങ്ങനൊരു എപ്പിസോഡ് ഇവിടെ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അതിൽ ലാൽ സാറിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടെ മാറ്റിവെക്കപ്പെട്ടതാണ്. അതിനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഇപ്പോഴാണ് എത്തിയത്. അദ്ദേഹവും ഇന്ന് പറയുകയുണ്ടായി, സിദ്ദിഖ് സാറിന്റെ വിയോഗത്തിന് ശേഷം പല അനുശോചന ചടങ്ങുകളിലേക്കൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുള്ളപ്പോഴൊന്നും അതിലൊന്നും പങ്കെടുക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായില്ല. മനസ്സുണ്ടായില്ലെന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങളുടെ പ്രത്യേക താല്പര്യവും ക്ഷണവും അഭ്യർത്ഥനയും മാനിച്ചാണ് വന്നതിൽ വളരെ നന്ദി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പറയുന്നു. ഞാനിപ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് പറഞ്ഞു, നമ്മളിപ്പോഴും സിദ്ദിഖ് എന്ന് പറയുമ്പം നടനോ ഡയറക്ടറോ എന്ന് ചോദിക്കും. ലാലേട്ടന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എവിടെ ലാലേട്ടൻ വരുന്നു എന്ന് പറഞ്ഞാലും സിദ്ദിഖ് ലാലിലെ ലാലാണോ എന്നാണ് സിനിമയിൽ എപ്പോഴും പറയുന്നത്. ആ പേര് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇരട്ട സംവിധായകർ, എനിക്ക് ഒന്ന് രണ്ട് പേരൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര ജനകീയരായൊരു ഇരട്ട സംവിധായകർ മലയാളത്തിൽ ആദ്യത്തേത് നിങ്ങളായിരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടോ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു അനിൽ ബാബുമാര്, അശോകൻ താഹയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഇരട്ട സംവിധായകർ, അതൊരു റെക്കോർഡാണ്. മലയാളത്തിലെ ഒരു ആദ്യത്തെ ഇരട്ട സംവിധായക ജോഡി ഇത്രയും പോപ്പുലർ ആയത്. പലപ്പോഴും സൗകര്യപൂർവ്വം നമ്മൾ പറയേണ്ട സ്ഥലങ്ങളിൽ ഒരു നർമ്മമുള്ള സിനിമയായതുകൊണ്ട് തഴയപ്പെടുന്ന പോലെ തോന്നുന്നൊരു സിനിമ ഗോഡ് ഫാദർ. ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകൾ നിരനിരയായി ഹിറ്റാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇവരുടേത്. മിമിക്രി എന്നാണല്ലോ, സ്റ്റേജുകളിൽ വെച്ചല്ലേ സൗഹൃദം ഉണ്ടാകുന്നത്? അല്ല, അതിനു മുമ്പ് തന്നെ പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പുല്ലേപ്പിടിക്കാരാണ്. എറണാകുളത്ത് പുല്ലേപ്പിടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരാണ്. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ടൂർണമെന്റ് മാച്ചുകളിലൂടെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും രണ്ട് ഗ്രൂപ്പുകളായിരുന്നു. പുല്ലേപ്പിടി തന്നെയുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു. സിദ്ദിഖ് മുസ്ലിം ഗ്രൂപ്പും
ക്രിസ്ത്യാനി ഗ്രൂപ്പും. ഓ, രണ്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ആയിരുന്നു ഞങ്ങള്. കാരണം ഈ തമാശ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷെ ഞങ്ങളൊരു ശത്രുപക്ഷത്തായിരുന്നു രണ്ടുപേരും. അപ്പോ എല്ലാ ആഴ്ചകളിലും മത്സരങ്ങൾ വെക്കും, ഫുട്ബോൾ മാച്ച് വെക്കും. സിദ്ദിഖ് കളിക്കാറില്ല, സിദ്ദിഖ് നോക്കി നിൽക്കുന്ന ഒരു കാണിയാണെന്നും 25 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബെറ്റിനാണ്. അതായത് ജയിക്കുന്നതിന് 25 രൂപ, ജയിക്കുന്നതിന് 25 രൂപ കിട്ടും, അല്ലെങ്കിൽ 15 രൂപ എന്നൊക്കെ പറയുന്നു. കളിയില് ഒരിക്കലും അവർ ജയിച്ചാൽ പിന്നെ ഞങ്ങൾ ജയിക്കും. മിക്കവാറൊക്കെ തോൽക്കുന്ന ഞങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ. മുസ്ലിം ഗ്രൂപ്പാണ് ജയിക്കുന്നത്. കാരണം അതിനകത്ത് ഒരു ഇരുമ്പുകാലൻ അറിയപ്പെട്ടിരുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഇരുമ്പുകാലൻ അടിക്കുന്നതിന്റെ കാലില് സാധാരണ എല്ലാവരുടെയും എന്താ പറയാ, എല്ലിന്റെ പുറത്ത് മാംസം പൊതിഞ്ഞിരിക്കുകയല്ലേ. ഇവന്റെ മാംസത്തിന്റെ പുറത്ത് എല്ലുകൊണ്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന അവന്റെ കാലുമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അവരുടെ ടീമില്. അപ്പൊ അതുകൊണ്ട് തോൽവി മിക്കവാറും ഞങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു പരിചയവും ശത്രുതയും ഉണ്ടായിരുന്നു. പരിചയപ്പെടുന്ന കഥയൊക്കെ പറയണോ? അപ്പൊ ഉറപ്പായിട്ടും പറയണം. എനിക്ക് അങ്ങനെ ഒരു പരിചയവും ശത്രുത എന്ന് പറഞ്ഞാൽ ചില പലപ്പോഴും നമുക്ക് പരിചയമുള്ള ഒരാളെ കുറിച്ച് നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമുക്ക് അറിയാം. അത് നമ്മുടെ ഒരു വിജയത്തിന്റെ നമ്മുടെ മുന്നോട്ട് പോകാനോ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അറിയും. ആ പരിചയപ്പെട്ടവർ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. സാർ ഇരിക്കും. എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത്? ഈ ഫുട്ബോൾ കളിയിലൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ. അതൊരു പരിചയമാവണം, സൗഹൃദമാവണം, അതൊക്കെ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഈ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ കഴുന്ന് എന്ന് പറയുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് അവസാന ദിവസം നാടകങ്ങളും മിമിക്രി അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാ വർഷവും ഞങ്ങളും നാടകം കളിക്കും, അവരും വന്നിട്ട് നാടകം കളിക്കും. അതിനകത്തും ഉണ്ടായിരുന്നു ഈ മത്സരം. അങ്ങനെ ഒരു തവണ ഞങ്ങൾ നാടകം കളിച്ചപ്പോ ഈ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല, ഏകദേശമൊക്കെ പഠിച്ചിട്ട് പിന്നെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. സ്ക്രിപ്റ്റ് അവിടെ സൈഡിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ അന്ന് കളിച്ച നാടകത്തിന്റെ ഞങ്ങൾ ഡയലോഗൊന്നും കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. 2 ദിവസത്തെ തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. രമണന്റെ മരണം എന്ന് പറയുന്ന ടിപ് ടോപ്പ് അസീസിന്റെ ഒരു നാടകമായിരുന്നു ഞങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഈ നാടകം തുടങ്ങിയ സമയത്താണ്. അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വെപ്രാളത്തിലായിരിക്കും. അപ്പൊ സ്ക്രിപ്റ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഇവരുടെ ഗ്രൂപ്പിലെ ആളുകൾ വന്ന് അടിച്ചു മാറ്റി. അപ്പൊ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണില്ല. പിന്നെ എങ്ങനെയൊക്കെ നാടകം കളിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം വേണമെങ്കിൽ. അതൊരു വലിയൊരു ക്ഷീണവും വൈരാഗ്യമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ ആ ഇടക്കാണ് സിദ്ദിഖും ഗ്രൂപ്പും കൂടിയിട്ട് എന്തോ പണം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് ഷോ അവരുടെ സ്കൂളിൽ വെച്ചു. ദാറുൽ ഉലൂം ഹൈസ്കൂൾ സ്കൂളുണ്ട്, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റൊക്കെ വിറ്റിട്ട്. അപ്പോ മജീഷ്യൻ ഒരു കിണ്ണായി, പ്രൊഫസർ കിണ്ണായി എന്ന് പറഞ്ഞ ആളുടെ മാജിക് ഷോ ആണ്. ആ കിണ്ണായിയെ കൂടി സിദ്ദിഖ് പലപ്പോഴും മിമിക്രിക്ക് പോകാറുണ്ടായിരുന്നു പരിപാടികൾക്ക്. മിക്കവാറും ഇടി കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്ന് ഷോ തുടങ്ങി ഒരൈറ്റം. അപ്പൊ നല്ല മജീഷ്യനല്ല, അവതരണമൊക്കെ വളരെ മോശമാണ്. പുള്ളി ഒരു ഐറ്റം വന്നിട്ട് പറഞ്ഞ് അടുത്ത എന്നെ ഈ പെട്ടിയിലാക്കി ചങ്ങലക്കിട്ട് പൂട്ടും. പൂട്ടിക്കഴിഞ്ഞ് 10 സെക്കൻഡിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നടന്നു വരും. ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചങ്ങലക്കിടക്ക് പൂട്ടിക്കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കയറി വരിക എന്ന് പറയുന്നതാണ് എന്റെ ഒരു മാജിക്. ഇയാളത് ആദ്യം അനൗൺസ് ചെയ്തു. ഇത് കേട്ട ഉടനെ ഇയാളെ പെട്ടിയിൽ നടക്കുന്ന സമയത്ത് ഈ സ്റ്റേജിൽ നിന്ന് 2 വാതിലുകളാണ് പുറത്തേക്കുള്ളത്. അത് രണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പുകൾ പോയിട്ട് ഒന്ന് ഒരു ഗ്രൂപ്പ് അടച്ചു, ഒന്ന് ഇപ്പുറത്തും ഞങ്ങൾ പുറത്തുനിന്ന് അടച്ചു. എന്നിട്ട് അവിടെ കാവല് വന്നു. ഇയാള് പെട്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പുറകെ കൂടി ഇറങ്ങി പോകാനുള്ള വഴിയുണ്ട്, കർട്ടന്റെ അതിലെ കൂടി പോവാം. പുള്ളി വന്നിട്ട് ഈ വാതിൽ മുട്ടു തുടങ്ങി. ഞങ്ങൾ എന്ത് ചെയ്തു, തുറക്കില്ല. അപ്പൊ ഇവരുടെ സംഘാടകർ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഓഡിയൻസ് മുഴുവനും പുറകോട്ട് തിരിഞ്ഞിരിക്കുക, ഇപ്പൊ ഉണ്ടായി വരും എന്ന് പറഞ്ഞിട്ട്. അത് അവസരം വന്ന് ഇവർ കോംപ്രമൈസ് ഒക്കെ സംസാരിച്ചു. ഒരു അരമണിക്കൂർ കൊണ്ട് സമ്മതിച്ച് ഞങ്ങൾ തുറന്നു കൊടുത്ത് ഇദ്ദേഹം പോയി. അങ്ങനെ അരമണിക്കൂറിന് ശേഷം വയർത്തൊലിച്ച് കിണ്ണായി എന്റെ ഇടയിൽ കൂടി വന്ന ആ പരിപാടി പൊളിഞ്ഞ് പാളീസായി. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് ഞങ്ങളൊരു പ്രതികാരം ചെയ്തു. ഒരു സ്ക്രിപ്റ്റ് മോഷണത്തിന് ഒരു മാജിക്കാരന്റെ. അതെ. പക്ഷെ അതോടെ വലിയ ശത്രുതയിലിരിക്കുകയാണെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ല, സിദ്ദിഖും കരീം എന്ന് പറയുന്ന എന്റെ സുഹൃത്തും കൂടിയിട്ട്, സുഹൃത്തല്ല സിദ്ദിഖിന്റെ സുഹൃത്താന്ന്, എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഈ രമണന്റെ മരണം എന്ന് പറയുന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് തരാവോ ഞങ്ങൾക്ക് കളിക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ, വേറെ മനസ്സിന്റെ അകത്ത് നമുക്ക് ശത്രുതയൊന്നും ഇല്ല, രസമുള്ള പിന്നെന്താ തരാമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഞാൻ ആ നാടകത്തിൽ ഒരു ശങ്കർജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അന്ന് അവതരിപ്പിച്ചത്, അത് ലാലി എന്നെ വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ എറണാകുളത്ത് സിറ്റി ജിംനേഷ്യം എന്ന് പറയുന്ന ഒരു ജിംനേഷ്യം ഉണ്ട്. അതിനകത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫ്രീ ആവും. അവിടെയാണ് റിഹേഴ്സൽ ക്യാമ്പ്. അപ്പൊ ഞാൻ റിഹേഴ്സലിന് വേണ്ടി അങ്ങോട്ട് പോയി. എന്റെ കൂട്ടത്തില് ഈ ക്രിസ്ത്യാനി ഗ്രൂപ്പ് മൊത്തത്തിൽ അവിടെ വന്നു. അത്
ഒരു സൗഹാർദ്ദത്തിലേക്ക്, ഒരു മതസൗഹാർദ്ദത്തിലേക്ക് മാറി. പിന്നെ അവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളുടെ ആദ്യം നിങ്ങൾ ആ ഒരു സ്ക്രിപ്റ്റിലാണ് ഇത് കാണുന്നത്. അതെ. ഞാൻ അവിടെ നിന്ന് നമ്മൾ തുടങ്ങി ഇനിയും കുറെ പറയാനുണ്ടെങ്കിലും പെട്ടെന്നൊന്ന് സിനിമയിലോട്ട് സ്കിപ്പ് ചെയ്ത് കയറിയാല് നമ്മൾ വളരെ ഹ്രസ്വമായ സമയം സംസാരിച്ചതിനിടയിൽ ഒരു ഇരുമ്പ് കാലനും കിണ്ണായും വന്നു. അതെ. ഈ നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേര് ജോൺ ഹോനായി, റാംജി റാവു, അഞ്ഞൂറാൻ, മായൻകുട്ടി, ആനപ്പാറ അച്ചാമ്മ, ഖന്നാസ് കടലാസ്, വേണ്ട ഗർവാസി സാശാൻ, സന്ധ്യാവ്, ഹൃദയഭാനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഇത്ര പേരുകള്. ഈ പേര് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇത് ഹൃദയഭാനു എന്നും ഗർവാസി സാശാൻ ഇരുമ്പ് ജോൺ വിയറ്റ്നാംകൊള്ളിയിലുണ്ടോ? മായൻകുട്ടി ഞാനാണ് ആ പേര് പറഞ്ഞത്. പക്ഷെ സിദ്ദിഖിന്റെ ഫ്രണ്ടാണ്, മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന സിദ്ദിഖിന്റെ ഒരു ഫ്രണ്ടാണ് മായൻകുട്ടി. എനിക്ക് അന്ന് ഒരു പേര് അവർക്കപ്പോൾ പ്രത്യേകത ഒന്നുമില്ല, കുറെ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന. ഞാൻ ഒരു ദിവസം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യേകതകളുടെ പേരായിട്ട് തോന്നി, മായൻകുട്ടി എന്ന് പറഞ്ഞു. അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മായൻകുട്ടി വരുന്നത്. അഞ്ഞൂറാനും ഇതുപോലെ തന്നെ എന്തോ ശബ്ദധാരാവലിന്നോ മറ്റോ സിദ്ദിഖ് കണ്ടെടുത്തൊരു പേരാണ്. ഈ എന്നാലും ഞാനിപ്പോ പറഞ്ഞ എന്താ സ്രാങ്ക് ഉണ്ട് ഒരു പടത്തില്, ഈ ഉറുമീസ് തമ്പാൻ, ഒരു പേരുകളുടെ ശേഖരം നമ്മളൊന്ന് പെട്ടെന്ന് കണ്ടു മറക്കുന്ന അല്ലാണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ എല്ലാ സിനിമയിലും കയറി ഇറങ്ങിപ്പോയാൽ ഒരുപാട് കോട്ടുമൂസ, കോട്ടുമുക്രി എന്നൊക്കെ പറയുന്ന പേരുകള് ഇരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് അത് അങ്ങനത്തെ പേര് വരുള്ളോ? അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല. അതിനുവേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം അല്ല, എന്താണെങ്കിലും പ്രത്യേകതകൾ വേണം എന്ന് പറയുന്നത്. അതായത് ഒരു ക്യാരക്ടറിനെ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ, മായൻകുട്ടി എന്ന് പറഞ്ഞു പോകും. പക്ഷെ പിന്നീട് അയാളെ മായൻകുട്ടി എന്ന് വിളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അത് ഇയാളായിരുന്നു എന്ന് ഓർമ്മിക്കാനായിട്ട് എപ്പോഴും പ്രത്യേകതയുള്ള പേരുകളാണെങ്കിൽ അത് ഉപകരിക്കും. ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ ആ പേര് ഉപയോഗിക്കുമ്പം പെട്ടെന്ന് ആ മുഖം ഓർമ്മ വരാനായിട്ട് പ്രത്യേകതകളുടെ പേരുണ്ടെങ്കിൽ അത് ഒരുപാട്. സിനിമയുടെ പേരുകളും അങ്ങനെ തന്നെ നോക്കിയാൽ നിങ്ങളുടെ സിനിമയുടെ പേരുകളാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ നാട്ടുകാർ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, ഈ ഇംഗ്ലീഷ് പേരുകൾ. അതെ, ആദ്യത്തെ പേര് ശരിക്കും റാംജി റാവു സ്പീക്കിംഗ് ഫാസിൽ സാറാണ് അത് സജസ്റ്റ് ചെയ്തത്. ശരിക്കും അത് വന്നത് അന്ന് രാമോജി റാവു സ്റ്റുഡിയോ ഉണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമായിരിക്കണം ഫാസിൽ സാറ് പറഞ്ഞത്. റാംജി റാവു സ്പീക്കിംഗ് ഇട്ടാലോ എന്ന് ചോദിച്ചത്. അപ്പൊ ആദ്യം നമുക്കത് വല്ലാത്തൊരു കല്ലുകടിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോഴാണ് അതാണ് കൃത്യമായിട്ടുള്ള പേര്. കാരണം വെച്ചാൽ അതുവരെയും പറഞ്ഞു വരുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ നാടകക്കമ്പനിയുടെയും കഥ പറഞ്ഞു വന്നിട്ട് ശരിക്ക് കഥയിലേക്ക് കയറുന്നത് ഈ റാംജി റാവു വരുമ്പോഴാണ്. റാംജി റാവുവിന്റെ ഫോൺ വരുന്നത്. അപ്പൊ അതല്ല പേരെങ്കിൽ ആദ്യം ഞങ്ങൾ ഇട്ടിരുന്ന നൊമ്പരങ്ങൾക്ക് സുല്ലെന്നായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു സുല്ലിട്ടുകൊണ്ട് തുടങ്ങുന്നത് തന്നെ. പക്ഷെ നൊമ്പരങ്ങൾക്ക് ആ സുല്ല്, നെഗറ്റീവിന് സുല്ലിടുമ്പോ പോസിറ്റീവ് ആവും, അതുപോലെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരിനെ പറ്റി ആലോചിച്ചപ്പോ ശരിയാണ്. വേറൊരു കഥ പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് രണ്ടാമതൊരു കഥ തന്നെ മാറിയാണ് റാംജി റാവു. അപ്പൊ അപ്പോഴാണ് കഥയിലേക്ക് കയറുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ പടത്തിന്റെ പേര് ഇതാ ആണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ നല്ലൊരു കഥ വന്നിട്ട് പെട്ടെന്ന് മാറിപ്പോയില്ല. അന്നോളം എനിക്ക് തോന്നുന്നില്ല വില്ലന്റെ പേര് ടൈറ്റിൽ റോളിൽ വരുന്ന ഒരു പടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഹീറോയുടെ പേരുകളെല്ലാം ഏതോ കാലത്ത് എത്രയോ കാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ ഈ ഗജനി എന്ന് പറയുന്ന സിനിമ പിന്നെ ഹിന്ദി പോയപ്പോഴാണ് ഇതില് വന്നിട്ടുള്ളത്. വില്ലന്റെ പേര് ടൈറ്റിലിൽ വന്നിട്ടുള്ളത് പിന്നീട് ആ സമയത്ത് എനിക്കൊന്ന് അതിന് മുമ്പോ ശേഷമോ കാസർഗോഡ് കാദർബായി എന്ന് പറയുന്ന പടം അതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ശേഷം അതിന്റെ ഒരു ചുവട് പിടിച്ചു വന്ന പടങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് വന്നതാണ്. പക്ഷെ ഹരിഹർ നഗർ അങ്ങനെ എത്രയോ പടങ്ങൾ, അത് ഹിറ്റ്ലർ ഉൾപ്പെടെ. ഞാൻ ഈ ഇടയ്ക്ക് ഈ ഡിസംബറിൽ ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ട് ചരിത്രം അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താല് അതിനിടയിൽ നിങ്ങളുടെ പേരും മമ്മൂക്കയുടെ ഒരു ഫോട്ടോയും വരുന്നുണ്ട്. നമ്മള് ജർമ്മന്റെ ചരിത്രം പഠിക്കുന്നതിൽ അവിടെയും ഈ പേര് കൊണ്ട് കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട്. ഗോഡ് ഫാദറിൽ കയറി പറ്റാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയും സിനിമകളുടെ ഒരു എഴുത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ, ഇതൊരു ആശയപരമായ തൊഴിലാണല്ലോ സിനിമയുടെ എഴുത്തെന്ന് പറയുന്നത്. അതിനകത്ത് നർമ്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ കഥകളിൽ കൃത്യമായ ഇടവേളകളിൽ ചില കഥാപാത്രങ്ങൾ കയറി വരിക, അതിന് ഇങ്ങനെ ഒരു പ്രേക്ഷകനെ പരിപൂർണമായി തൃപ്തിപ്പെടുത്തുന്ന കഥകളിലേക്ക് എത്താൻ നിങ്ങൾ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഒരുപാടുണ്ടാകാറുണ്ട്. പക്ഷെ ഈ ട്വിസ്റ്റുകള്, ഇവിടെ പുതിയ ക്യാരക്ടർ വരണം അല്ലെങ്കിൽ സംഭവം ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന തോന്നല്, അതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. അവരുടെ സിനിമയുടെ കഥ പറയുന്ന ഒരു രീതിയിൽ
ഒരു പടം തുടങ്ങി ഒരു ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് ചാടി വീഴണം, ഒരു ഹുക്ക് വീഴണം എന്നൊക്കെ പറയുന്ന അന്ന് നമ്മളിതൊന്നും അറിയാതെ സിനിമ കണ്ടിട്ടുള്ള അനുഭവം വെച്ചിട്ട് മാത്രമാണ് എഴുതിയേക്ക്. പക്ഷെ പിൽക്കാലത്തൊരിക്കല് ഈ സിനിമ എടുക്കുന്നതിന്റെ രീതികളെ പറ്റിയൊക്കെ ഹോളിവുഡിൽ നിന്നൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ പടങ്ങളുമായിട്ട് ഒത്തുനോക്കി ചെയ്തിട്ടുള്ള പടങ്ങൾ. അപ്പൊ ഇവര് അന്ന് തിയറി ആയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് ഒന്ന് ചേർന്നിട്ടുണ്ട്. മനഃപൂർവ്വം ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചില്ലെങ്കിലും താഴത്തേട്ട് തന്നെ വീഴും എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിയറി നമുക്ക് അറിയില്ലെങ്കിലും യാദൃശികമായിട്ട് ഈ തിയറികൾ ആ സമയങ്ങളിൽ എത്രയും കറക്റ്റ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവതാർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പം ഈ വിയറ്റ്നാം കോളനിയുടെ കഥയാണ് അതെന്നും പറഞ്ഞ് വലിയ എഴുത്ത് നവമാധ്യമങ്ങളിലെല്ലാം ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി സിദ്ദിഖ് സാറിനെ കുറിച്ച് നിങ്ങളുടെ സമകാലീനായിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ഇഗ്നേഷ്യസ് സാർ ഓർക്കുന്നു. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടിട്ട് എനിക്ക് ഇന്നും അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല. കാരണം ഞങ്ങളൊരിക്കൽ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു മദ്യവിരുദ്ധ കൂട്ടായ്മ ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറ്റിയ ഒരാളുണ്ടോ, സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ സിദ്ദിഖിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനെന്താണ്, നമ്മൾ രണ്ടു കൂട്ടരും മദ്യപിക്കാത്ത ആൾക്കാരല്ലേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നോളാം, ഇഗ്നേഷ്യസിൻ്റെ വീട്ടിൽ വന്ന് നമുക്കൊന്ന് 2 വണ്ടിയും കൊണ്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പുള്ളി ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഭയങ്കര ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ലഹരി ഉപയോഗിക്കാത്ത ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം സിനിമയിലുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞു നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അത് കുറച്ച് നേരം എല്ലാവരും സ്റ്റില്ലായി പോയി കേട്ടിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് സിനിമ, ഡയറക്ഷൻ, സിനിമയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ എൻ്റെ ലഹരിയാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലഹരി ഉപയോഗിക്കാനും പറ്റില്ല, അതാണ് എൻ്റെ ലഹരി. അതിപ്പോൾ എൻ്റെ സുഹൃത്ത് ഇഗ്നേഷ്യസ് വന്നിട്ടുണ്ട്, അദ്ദേഹവും ആ സംഗീതമല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ലഹരിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞാനൊരു കള്ളുടിയൊന്നുമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനം, അവിടെ ഇരിക്കുന്ന ഡയറക്ടർമാർക്കും എല്ലാവർക്കും സമാധാനമായി. ഞാനിങ്ങനെ ഒരു കള്ളുടിയും കൂട്ടിക്കൊണ്ട് ഒന്നും വിചാരിക്കണ്ടല്ലോ എന്നോർത്ത് എനിക്കും സമാധാനമായി. അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ പുള്ളി എപ്പോഴും എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തമാശകളൊക്കെ പറയും. കല്യാണരാമൻ്റെ റെക്കോർഡിങ് ലാലിൻ്റെ സ്റ്റുഡിയോയിൽ നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് തമാശന് പറയും, ഈ റെക്കോർഡിങ്ങൊക്കെ വളരെ ഹൈലി ടാലൻറ്റഡായിട്ടുള്ള ആളുകളെ കുറിച്ച് വേണം ചെയ്യിക്കാനായിട്ട് ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പറ്റട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ലാലടുത്ത് ഇപ്പോണ്ട് പറഞ്ഞു ആ കാര്യം ബുദ്ധിമുട്ടാണ്, കാരണം എന്ത് സംഭവിച്ചാലും ഞാൻ റെക്കോർഡിങ് ഇവിടെ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പുള്ളിക്ക് സംശയം തോന്നി. അപ്പം ഇത്രയും ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ലാലിൻ്റെ അടുത്ത് തന്നെ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പുള്ളിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ലാലിനെ കൂടി ഒരു കണ്ടുപിടിച്ചാണ് ഞാൻ ആൾ കൊള്ളാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ല, മനസ്സുകൊണ്ട് അത്ര ഐക്യമായിരുന്നു. അപ്പോൾ സിദ്ദിഖിൻ്റെ മരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ മനസ്സിൽ അത്രയധികം സ്ഥാനമുള്ള ആളാണ്. മിമിക്രി കാലം തൊട്ട് അല്ലെങ്കിൽ മിമിക്രിയിലെ തൊട്ട് താഴെ വന്ന ബാച്ചിൽ വരികയും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹവും നമ്മൾക്ക് പ്രിയപ്പെട്ടവനായി മാറാൻ ഉപയോഗിച്ച ആയുധം ചിരി തന്നെയായിരുന്നു. ചിരിയിലൂടെ നമ്മളുടെ എല്ലാ മനസ്സുകളിലേക്ക് നടന്നു കയറിയ നമുക്ക് വളരെ പ്രിയപ്പെട്ട അഭിനേതാവ്, സ്നേഹപൂർവ്വം ഒരാളെ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ചേട്ടൻ. അശോകൻ ചേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെ പേര് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇതിന് തൊട്ടു മുമ്പ് സംസാരിക്കുമ്പം പ്രത്യേക പേരുകൾ പറഞ്ഞു പോയതിൽ സന്ധ്യാവിനെ കുറിച്ച് ഒരു വരി പറഞ്ഞു പോയിരുന്നു. ഈ സന്ധ്യാവേ, ഈ ജനാർദ്ദൻ ചേട്ടൻ സന്ധ്യാവേ എന്ന് വിളിക്കുമ്പം ഒരാവശ്യമില്ലാണ്ട് ഇന്ധനം ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതാന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അത് ഏറ്റുപിടിക്കേണ്ടത്. പുള്ളി പ്രൊമോട്ട് ചെയ്യുക ഈ വന്ന ആളെ. നിങ്ങളുടെ ഒരു സൗഹൃദം എന്നാണ് അശോകൻ ചേട്ടാ തുടങ്ങുന്നത്? സിദ്ദിഖായിട്ടല്ല സൗഹൃദം, സിദ്ദിഖ് ലാലായിട്ടാണ് തുടങ്ങണത്. കാരണം ഈ ഞാൻ ഒറ്റയ്ക്ക് അന്ന് മിമിക്രി ഇല്ലല്ലോ, മോണോ ആക്ട് അല്ല, അങ്ങനെ കോമഡി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് കോമ്പറ്റീഷന് പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഞാൻ മോണോ ആക്ട് ചെയ്ത് പല സ്ഥലത്തുനിന്ന് പ്രൈസ് കിട്ടുന്നു, പിന്നീട് അത് മിമിക്രിയിലേക്ക് മാറുന്നു. ഞാൻ ആ സമയത്താണ് ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ ഷോസ് കാണുന്നത്. സ്വന്തം ഇവർ രണ്ടുപേരും കൂടി പോകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം നമ്മൾ ആലപ്പി അഷ്റഫിൻ്റെയും പട്ടൻ സദൻ്റെയും അനിഫിക്കയുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഞ്ചുല കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഉള്ളൊരു കോമ്പിനേഷൻ ഐറ്റംസ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു.
കാരണം ഇവർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും പഴയതല്ല. അന്ന് ആരും ചെയ്യാനും പറ്റാത്ത സംഭവങ്ങളാണ്. യന്ത്രമനുഷ്യൻ അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് ഇവര് തന്നെ ചെയ്യണം. കാരണം ലാലിനാണ് നല്ല ഹൈറ്റ് ഉണ്ട്. ഞാനൊക്കെ എന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് കൈയടിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ മിമിക്രി തുടങ്ങുന്നത് തന്നെ എൻ്റെ റോൾ മോഡൽസ് ഇവർ രണ്ടുപേരുമാണ്. അവിടെ നിന്നാണ് ഞാൻ മിമിക്രി എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ. ശരിക്ക് അന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ 10-13 സ്റ്റാർസിനെ കാണിക്കുമായിരുന്നു. അന്ന് സ്റ്റാർസ് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഇവർ ചെയ്യുന്ന ഈ ഐറ്റംസ് കാണിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല. സിദ്ദിഖിനെ ഞാൻ ഒരിക്കൽ പോയി കണ്ടു, പരിചയപ്പെടാൻ വേണ്ടി. പുല്ലപ്പള്ളിക്ക് ചെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെന്ന് കണ്ടു. അതിനുശേഷം ലാലിനെ ഞാൻ കാണുന്നത്. പിന്നെ ഇവർ രണ്ടുപേരെ പ്രോഗ്രാംസ് കാണാൻ ഞാൻ പോകും. എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും. അവിടെയൊക്കെ ഞാൻ ചെന്ന് ഇവരെ പരിചയപ്പെടും. ഞാൻ ഇന്ന ആളാണ് ഞാനാണെന്ന് പറയുമ്പോൾ, കാരണം ഇവർക്ക് ഓർമ്മയുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം. എനിക്കറിയാം അവിടെ ഉള്ളതിൽ ഇന്ന സ്ഥലത്തുള്ളതിലെന്നൊക്കെ പറയാൻ അങ്ങനെ. അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് കൂടുതൽ അടുക്കണത്. ഇത് മിമിക്രി സ്റ്റേജ് വിടുന്നത് വരെയും, മിമിക്രിയിൽ നിന്ന കാലഘട്ടം വരെ ഇവർ രണ്ടുപേരാണ് എൻ്റെ റോൾ മോഡൽസ്. ഇവരാണ് ഈ മിമിക്രിയിലേക്ക് നമ്മൾ ഇത്രയും കൊണ്ടുവന്നത് തന്നെ. അവിടെ നിന്ന് ഈ പറഞ്ഞ റാംജിറാവു ആണ് ആദ്യം പറഞ്ഞ സിനിമ. ആദ്യ സിനിമയിലുണ്ട്. അതിനു മുമ്പ് ഇവര് എഴുതിയൊരു പടത്തിലുണ്ട്, പപ്പൻ പ്രിയപ്പെട്ട. അതാണ് എന്റെ ഫസ്റ്റ് സിനിമ. ഇവരാദ്യം എഴുതിയ പടത്തിനകത്ത് ഇവരെ എഴുതിയ സിനിമയാണ്. ഇവരുടെ അതിൽ അശോകനുണ്ട്, എൻ എഫ് വർഗീസ് ഉണ്ട്, സൈനുദ്ദീനുണ്ട്, കോട്ടയം ജോസഫ്. ഈ അന്നേ നമ്മളിപ്പം ഞാനിപ്പോ ടി വിയിൽ അല്ലെങ്കിൽ സ്റ്റേജൊക്കെ ചെയ്യുന്ന സമയം അതിന്റെ കൂട്ടത്തിലൊരു സിനിമാ പരിപാടി വരുമല്ലോ. അപ്പൊ നമുക്കൊരു ഉൾഭയം വരും. അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു വേറൊരു ചെറിയ നാട്ടുരാജ്യത്തിൽ നമ്മൾ രാജാവായി നിൽക്കുക, വേറൊരു വലിയ രാജ്യത്തിൽ നമ്മൾ പ്രജയായിട്ട് പോവുകയാണ്. ഇനി അവിടം ഭരിച്ച് രാജാവാകുന്നത് എവിടെ കിടക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു വലിയ ഒരു അനിശ്ചിതത്വത്തിന്റെ പോയിന്റ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ മിമിക്രി വിടുന്നത് വരെ എന്നൊരു വാക്ക് പറഞ്ഞു. നിങ്ങൾ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി മിമിക്രിയും സ്റ്റേജും വിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് വള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു, മിമിക്രി വിടുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞാൻ നാടകത്തിന് പോയി, പ്രൊഫഷണൽ നാടകം കളിക്കുക. അതുകൊണ്ടാണ് വിടുന്നത്. ഞാൻ ഇപ്പോഴും മിമിക്രി വിട്ടിട്ടില്ല. അല്ല ഞാൻ അതിപ്പോ ഞങ്ങളും ആരും വിട്ടിട്ടില്ല. ഞാൻ അങ്ങനെയല്ലോ ഇത് 100 ഫുൾ ടൈം ഇപ്പോഴും മാസത്തെ 200 സ്റ്റേജ് ഉത്സവപ്പറമ്പിൽ പോകുന്നില്ല പരിപാടിക്ക്. ഇല്ലില്ല. നമ്മൾ ഈ രണ്ട് വള്ളത്തിൽ നിന്ന് ഒരു വള്ളത്തിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തുള്ള ഒരു ഭീതി, നിങ്ങളുടെ ആ ഒരു തുടക്ക സമയത്ത് ഇപ്പൊ ഈ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, അവിടെ നിങ്ങൾക്ക് രണ്ടുപേരും അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിത് സിനിമയിൽ പോവാണ്, ഇതിന്റെ ഒരു അല്ല എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ മിമിക്രിക്കാരാണെങ്കിലും നാടകക്കാരാണെങ്കിലും ഇവരുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ അതിനകത്തൊക്കെ ഒരു ഓപ്പണിങ് കിട്ടുമ്പോ ഈ ഇപ്പൊ ഞങ്ങളന്ന് നല്ല തിരക്കില് മിമിക്രി ഉണ്ട്, സിദ്ദിഖിന് സ്കൂളിൽ ജോലിയുണ്ട്, ഞാനൊരു ഡ്രാഫ്റ്റ്സ്മാനായിട്ടൊരു ആർക്കിടെക്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഫസാറെ വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇതൊന്നും കളയാനൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. സിദ്ദിഖിന് കുറച്ച് തടസ്സങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം അവരും നിങ്ങൾ രണ്ടില് സിദ്ദിഖ് സാറല്ലേ ആദ്യം അഭിനയിച്ചത് സിനിമയില് നോക്കത്താ കണ്ണൻ നാട്ടില് ഒരു ഷോട്ട് ഒളിഞ്ഞു നിന്ന് ഇരട്ട പേര് വിളിക്കുന്ന വേഷം അഭിനയിച്ചത്. അത് പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ അഭിനയമുഖം ഉണ്ടായിരുന്നോ? ഇല്ല. എല്ലാവർക്കും ആഗ്രഹം സിനിമയെന്ന് സമ്മതിച്ചു. പക്ഷേ ഓൺ സ്റ്റേജ് നിൽക്കുന്നവന് ഓൺ സ്ക്രീനാണ് ആഗ്രഹം. ബിഹൈൻഡ് ദി സ്ക്രീൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ സിദ്ദിഖിന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സിദ്ദിഖ് ശരിക്കും പെട്ടുപോയതാ, അഭിനയിച്ചത് ശരിക്കും പെട്ടുപോയതാ. അന്ന് ആ സീൻ എടുക്കുമ്പോ സതീശൻ എന്ന് പറഞ്ഞ ആലപ്പുഴയിലുള്ളൊരു പയ്യനായിരുന്നു അഭിനയിക്കാൻ വന്നത്. പിന്നീട് ഞങ്ങളുടെ റാംജിറാവുലുണ്ട് പുള്ളി, ഒരു സെക്കൻഡില് ഇൻട്രൻസ് ചെയ്ത വേഷം ഫസ്റ്റ് പാർട്ടിൽ ഒരു പൊന്നപ്പൻ ഉണ്ടായിരുന്നു, ഡ്രൈവർ. അത് ആ പുള്ളിയാണ്. അവനാണ് ആ തുമ്മാൻ വേണ്ടിട്ട് വന്നത്. പക്ഷെ വന്നിട്ട് ചെയ്തിട്ട് ശരിയായില്ല. അപ്പൊ കാലത്ത് പോയി റോഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ആരെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ അവസ്ഥ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ദിഖിന്റെ തലയിൽ വന്ന് സിദ്ദിഖ് പെട്ടുപോയതാ. സിദ്ദിഖ് അഭിനയിച്ചു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വല്ല സിദ്ദിഖിനും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ രൂപത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നത്തെ കാലം പോലെയല്ല. ഇന്നിപ്പോ രൂപത്തിനൊന്നും വലിയ പ്രത്യേകതയൊന്നും വേണ്ട. സുന്ദരനാകണം, വെളുത്തിരിക്കണം, തുറത്തിരിക്കണം എന്നൊന്നുമില്ല. അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മിനിമം ഒരു രൂപം വേണം. അതുപോലെ ഉണ്ടായിരുന്നു. അതായത് അത്യാവശ്യം നല്ല പൊക്കോ ഇൻസർട്ടും ഒക്കെ ചെയ്ത് വെളുത്തുരുത്തിനൊക്കെ പോകുന്നേണ്ട സിനിമാ നടനെ പോലെ ഒരാൾ. നമ്മള് കലാകാരനായോണ്ട് ഒരുത്തും സിനിമ കയറിയില്ലേന്ന് ചോദിക്കുന്ന പോലെ വെറുതെ രൂപമുള്ള ആൾക്കാരോട് നല്ല രൂപമുണ്ടല്ലോ സിനിമ ഇപ്പൊ കൂടെ ചോദിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഇവര് നോക്കത്താ ദൂരത്തിന് പോകുന്ന സമയത്ത് അന്ന് ട്രൂപ്പിലുണ്ട്, ഹരിശ്രീയിലുണ്ട്. അപ്പൊ ഇവര് പോകാൻ പോകുന്നോക്കളാ എനിക്കറിയാം. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിശ്രീ ഇല്ല. സത്യം പറഞ്ഞ അന്നില്ല. കാരണം വെച്ചാല് മെയിൻ കളിക്കുന്ന ആൾക്കാരെ രണ്ടുപേര്. അപ്പൊ ഇവര് ഞാൻ ഹരിശ്രീയിലേക്ക് വന്നു.
ആ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയറിലേക്ക് കയറി ഇരിക്കുമ്പോൾ എന്നെ പുറത്ത് വിളിച്ചു. ഇവർ ഓഫീസ് ഇപ്പുറത്താണ്. ആ ഓഫീസിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് അശോ എന്ന് മുന്നേ വിളിച്ചു. ഇവൻ തിരിഞ്ഞു നിന്നു. ഇവർ രണ്ടുപേരും കൂടി ആ സ്റ്റെപ്പ് ഇറങ്ങി കയറിയിട്ട് ഇങ്ങനെ കൈ തന്നു. ഞങ്ങൾ ഫാസിന്റെ പടത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോവുകയാണ്. വിത്തിൻ 5 years 5 കൊല്ലത്തിൽ ഞങ്ങളൊരു പടം ചെയ്യും, ഇല്ലെങ്കിൽ മെറ്റഡോർ ടെമ്പോല ആ സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോണത്. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ പടം ചെയ്തു, എല്ലാ ഹിറ്റും. തെരുവിൽ പെറുക്കി നടക്കുന്ന ആളുകളുടെ ഒരു കഥ എന്ന് പറഞ്ഞൊരു കാബുളിവാല എന്ന് പറയുന്ന ഒരു സിനിമയിൽ എങ്ങനെ എത്തിപ്പെടുന്നത് എന്താണ്? അല്ല, ഞങ്ങളെപ്പോഴും ചെയ്ത പടത്തിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് രാംജി റാവുവിലുള്ള സ്വഭാവമുള്ള മത്തായിയുടെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടറല്ല ഹരിഹരന്റെ 4 ചെറുപ്പക്കാർ. അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനൊക്കെ ആരെങ്കിലും വിടുമോ? രാംജി റാവു കഴിഞ്ഞിട്ട് അടുത്ത പടം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഇന്നസെന്റ് ചേട്ടൻ ഡേറ്റ് അപ്പം തരും, നമുക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നിട്ട് നമ്മൾ ആ പടത്തിന് ഇന്നസെന്റ് ചേട്ടനെ വെച്ചില്ല. അതൊരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാകണം. അങ്ങനെ മാറ്റങ്ങൾ വേണമെന്നും അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഞങ്ങൾ ഒരിക്കലും ഈ കാബൂളിവാല എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യം. ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു. അതൊക്കെ എഴുതി ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഇവരുടെ ചാക്ക് കൊണ്ടുവന്നു ആർട്ട് ഡയറക്ടർ മണി സുചിത്ര. അവരെക്കാൾ നീളമുള്ള ഒരു വലിയ ചാക്ക്. ഞങ്ങൾ ചോദിച്ചത് എന്താണ്, ഇതാണോ? അല്ല, ഇങ്ങനെയാണ്, ശരിക്കും അങ്ങനെയാണ്. അത് ഞങ്ങൾ പോലും അതിനുശേഷമാണ് ശ്രദ്ധിക്കുന്നത്. ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന്. അവരെക്കാൾ വലിയൊരു ചാക്കുമായിട്ട് നടക്കുന്നത്. അപ്പൊ ആ ഒരു പുതിയൊരു കഥാപാത്രങ്ങളായിരിക്കും, തെരുവിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ആ സർക്കസ് എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന തെരുവിലുള്ള നാടോടികളായിട്ടുള്ള ആളുകൾ തന്നെ വേണം എന്ന് പറയുന്നതാണ് സർക്കസിനെ അവസരം കണ്ടെത്തുകയും അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്തത്. ഞാൻ ഒരാളെ കൂടെ വിളിക്കാം, നമ്മൾ മാത്രം ഇരിക്കുന്നതിനകത്ത് അതിന് അദ്ദേഹം വന്ന കുറച്ചുകൂടെ രസമാവും. സിദ്ദിഖ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ മനോഹരങ്ങളായ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. സിദ്ദിഖ് ലാൽ ഷോ എന്ന പേരിൽ ഇന്ത്യക്കകത്തോ വിദേശത്തോ ഒക്കെ നടന്നിട്ടുള്ള പല ഷോകളിലും ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുള്ള ഒരാളാണ്. വളരെ മികച്ച ഗായകനാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകൻ അഫ്സൽ. അഫ്സൽക്ക, ഒരിക്കൽ കൂടി സ്വാഗതം. സന്തോഷം. സിദ്ദിഖ് സാറിന്റെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പടങ്ങളിൽ പാടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട്? സിദ്ദീഖ് അണ്ണനെ ആദ്യമായിട്ട് ഞാൻ കാണാം. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ശരിക്കും. ബന്ധുക്കളുമാണ്. കാരണം എൻ്റെ ഫാദറും സിദ്ദീഖ് അണ്ണൻ്റെ ഫാദർ ഇസ്മായിൽ അണ്ണനും വളരെ ഫ്രണ്ട്സുമാണ്, എന്നാൽ റിലേറ്റീവ്സുമാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലൊക്കെ പണ്ട് വരുമായിരുന്നു. ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു. പക്ഷെ സിദ്ദീഖ് അണ്ണനെ ഞാൻ കാണുന്നത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ, സിദ്ദീഖ് ലാൽ ഇവര് ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഫിലിം കണ്ടപ്പോഴാണ്. നമ്മൾ ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ്. പക്ഷെ പാപ്പമാര് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ ഞാൻ സിനിമകളിൽ പാടി തുടങ്ങിയത് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കല്യാണരാമനിലാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് സിദ്ദീഖ് അണ്ണൻ്റെ സിനിമകളിൽ പിന്നീട് പാടിയിട്ടുള്ളത്. ബോഡി ഗാർഡിലും ഭാസ്കർ ദി റാസ്കളും ഒക്കെ പാടിയത്. ഈ ബോഡി ഗാർഡ് പറയുമ്പോൾ ഇപ്പൊ ഒരു സിനിമയെ ആളുകൾ അതിന്റെ കലാമൂല്യം, അതിന്റെ കണ്ടന്റ് ഒക്കെ വെച്ച് അളക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വാണിജ്യം വെച്ചിട്ട് പടം 50 കോടി, നിങ്ങൾക്ക് ഒരു 10 കോടി പടം ഉണ്ടോ, 15 കോടി പടം ഉണ്ടോ, അങ്ങനെ അതിലായല്ലോ. അപ്പൊ ഞാൻ സത്യത്തിൽ ഈ 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന കഥ ആദ്യം കേൾക്കുന്നത് ഈ ബോഡി ഗാർഡ് ഹിന്ദിയില്. ഞാൻ അതിനു മുമ്പ് കഥ ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോ ഇപ്പൊ അടുത്താണെങ്കിലും 100 കോടി ക്ലബ്ബിൽ കയറുന്ന ഒരു പടം, അത് മലയാളത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ് ഹിന്ദി പടം വരെ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഒരു സംവിധായകൻ ഇവിടുന്ന് പോയി അത് എല്ലാ ഭാഷയിലും അവിടെ തമിഴ് ചെയ്യുന്നു, അതിനുശേഷം ഹിന്ദി ചെയ്യുന്നു, അത് 100 കോടി ആവുന്നു. അതെല്ലാം സിദ്ദിഖയുടെയാണ്. സിദ്ദിഖ് ആദ്യം ഒറ്റയ്ക്ക് സംവിധാനം ചെയ്യുന്ന പടം ലാൽ സാറാണ് നിർമ്മിച്ചത്. അതിന്റെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇതായിട്ട് ചെയ്യാം. ഒരാള് ഡയറക്റ്റ് ചെയ്യാം, ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അഫ്സലൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, അശോകൻ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ സിനിമകളിലെല്ലാം പാട്ടുകൾ ഇതേപോലെ ഇങ്ങനെ കാലത്തെ അതിജീവിച്ച് മുന്നേറി പോകുന്ന ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ള എല്ലാം. അതെല്ലാം അതിൻ്റെതായ ട്രെൻഡിനും, ഇപ്പം 1000 കിനാക്കൾ എന്ന് പറയുന്ന പാട്ടെടുത്താൽ, അല്ലെങ്കിൽ അതിന്റെ നാടകഗാനം പോലൊരു പാട്ടുണ്ടല്ലോ ആദ്യം, പാൽസരണികളിൽ, അത് വല്ല പൂക്കാലം വന്നു പൂക്കാലായിക്കോട്ടെ, മന്ത്രി കൊച്ചമ്മ ആയിക്കോട്ടെ, ഈ പാട്ട്
പാട്ടിന്റെ ഇടപാടിൽ ആരാണ് കൂടുതൽ അഭിപ്രായം പറയുന്ന ആള്? നിങ്ങൾ രണ്ടുപേരില്? ഞാൻ തന്നെ ആയിരിക്കും. ആ ലാൽ എനിക്കത് വളരെ താല്പര്യമുള്ള വിഷയമാണ്. പാട്ട് മാത്രമല്ല, എനിക്ക് ഡബിങ്, ആ എഫക്ട്സ്, സൗണ്ട്സ് എടുക്കുന്നത്, മിക്സിങ്, ആ. ഈ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം. ആ താല്പര്യമാണ് ശരിക്കും ഞാൻ സ്റ്റുഡിയോ തുടങ്ങാനൊക്കെ ഉള്ള കാരണം. ആ. എനിക്ക് ആ ഈ ശബ്ദത്തിന്റെ സൈഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ അതിന്റെ പേരില് പാട്ട് ഏരിയ വരുമ്പോ കൂടുതലായിട്ടിരിക്കുന്നത് കൂടുതലായിട്ട് എന്റെ അഭിപ്രായത്തിന് സിദ്ദിഖ് ഒരുപാട് വില കൽപ്പിക്കും. ആ. അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായമോ ട്യൂണൊന്നും ഇവിടെ മാറ്റാന്നൊക്കെ പറയുന്നത് സിദ്ദിഖ് ഓക്കെ ഓക്കെ. അഫ്സലേക്ക് ഇവരുടെ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടാൻ തീർച്ചയായിട്ടും പറഞ്ഞത്? നമ്മളൊക്കെ ചെറുപ്പത്തിലെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാംജി റാവ് സ്പീക്കിംഗ് വന്നപ്പോഴാണ് നമ്മൾ നോർമലി നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, അതായത് രവീന്ദ്ര മാഷ്, ജോൺസൺ മാഷിന്റെ ഒക്കെ പാട്ടുകളാണ് നമ്മൾ റാംജി റാവ് സ്പീക്കിംഗ് വന്നപ്പോൾ വേറൊരു തലത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയത്. അതെ. ബാലകൃഷ്ണൻ സാറിന്റെ. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ആയിരുന്നു പാട്ടുകൾക്ക്. അപ്പൊ അന്നാണ് എസ് ബാലകൃഷ്ണൻ എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറെ കുറിച്ച് അതെ. മലയാളികൾ അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ബിച്ചു തിരുമല സാറിന്റെ സാറിന് വരികൾ. നിർബന്ധമായിട്ടും പറയണം. അതെ, തീർച്ചയായിട്ടും. അതെ അത്രയും അങ്ങനെ അത്രയും വെഴ്സറ്റൈൽ ആയിട്ടുള്ള വരികള് അതെ പല പടത്തിലുണ്ട്. അതെ. മാജിക് ആണ് പുള്ളി. ഈ കൊച്ചു കൊച്ചു വാക്കുകൾ വെച്ചിട്ട് എഴുതിപ്പോ അതിന് മനോഹരമായ ഭംഗിയുണ്ടാവും. വെറുതെ പെറുക്കി വെക്കലല്ല, അതെ. നല്ല അത് വളരെ ഫാസ്റ്റ് ആയിട്ട് പുള്ളി എഴുതും. അതും നീർപ്പളുങ്കുകൾ പോലെയുള്ള പാട്ടുകൾ ഒരു വശത്ത് എഴുതുകയും എലി തുമ്മിയാൽ മല വീഴുമോ, എരിതിയിൽ ചിരിവേവുമോ, കലഹം കൂടും ഉലകം നേട് പലതും കാട്ടി ഇതിലെ പായുമൊരു പുഴയുടെ തിരയുടെ നുരയുടെ തരി, അങ്ങനെയൊക്കെ എഴുതുക. കുർവാനം നനങ്ങിൽ എന്നൊക്കെ അറിഞ്ഞിരുന്നത് ഒരു പാട്ട് കൂടെ അഫ്സലിക്ക. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ, മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിന്നു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ. ഞാന് ഈ ഒരു സൗഹൃദ സംഘത്തിലെ പച്ചവൻ ചേട്ടൻ, ലാരൻ, ഇവരൊക്കെ ഇങ്ങനെ ആ കാലത്ത് വളരെ സൗഹൃദമാണ്. ഒരാളെ കൂടെ വിളിക്കുകയാണ്. കേരളത്തില് ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഉപജീവന മാർഗമായി മാറി മിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം, ഒരാള് 2 ആള് 3 ആള് എന്നൊക്കെ പറഞ്ഞ് ഒറ്റയും തെറ്റയുമായിട്ട് ചിഹ്നിച്ചിതിൽ കിടന്ന ആ ഒരു ആർട്ട് ഫോം രൂപീകരിച്ച് ആദ്യമായിട്ട് നിരന്ന് നിന്ന 4-5-6 പേര്. അവരിൽ ഒരാളാണ് വരുന്നത്. ഇവരുടെ സന്തത സഹചാരിയാണ്, സുഹൃത്താണ്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സിനിമയിൽ വളരെ വലിയ ആൾക്കാരായി നിൽക്കുമ്പം നമ്മൾ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ബഫർ ചെയ്യാൻ പാകത്തിന് നമുക്ക് അവരോടൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ നിന്ന ഒരാളാണ്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട KS പ്രസാദ്. പ്രസാദ്, ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. നിങ്ങൾ സിദ്ദിഖ് സാറിന്റെ ഓർമ്മകളിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കലാഭവനിൽ നിന്നല്ലേ പരിചയം? ഇതുപോലെ അതിന് മുമ്പ് ഒരു പരിചയമല്ലല്ലോ? അതിന് മുമ്പ് പരിചയമുണ്ട്. എങ്ങനെയാ അത്? ലാലായിട്ട് വളരെ പണ്ടേ പരിചയമുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. ഞങ്ങൾ 6ാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത്. ആ അത് മാത്രമല്ല, ഞാൻ ഈ മറ്റ് മത്സരങ്ങൾ വിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേജ് പുറത്ത് ചെയ്യുന്നത് ലാലിന്റെ വീടിനടുത്തുള്ള കഴുന്ന്, നേരത്തെ പറഞ്ഞ പോലത്തെ ആ കഴുന്ന് പരിപാടി. അതാണ് ഫസ്റ്റ് സ്റ്റേജ് 75-ല്. അപ്പൊ ഇവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇവര് തമ്മിൽ വലിയ അടുപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു 79 80 എന്നെ പഠിപ്പിച്ച എന്റെ മാസ്റ്റർ, മഹാരാജ് കോളേജിലെ അധ്യാപകൻ, ഒരു പ്രോഗ്രാമിന് ചേരാനില്ല ഒരു എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ പറഞ്ഞു വേറെ 2 മിമിക്രിക്കാരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ലാൽ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടികിട്ടിയില്ല. കാരണം ലാലിന്റെ പേര് അതല്ലല്ലോ, ശരിയായിട്ടുള്ള പേര് പോൾ മൈക്കിൾ എന്നാ. ചെന്നപ്പോ ഇവര് 2 പേരും, അപ്പൊ സിദ്ദിഖിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, അതല്ലാതെ നേരിട്ട് പരിചയമില്ല. അപ്പൊ ഇവർ 2 പേരും ചെന്ന് 2 പ്രോഗ്രാം. അപ്പൊ ഞാനിത് കണ്ടു. അപ്പൊ ഇവരുടെ ഇരുമ്പ് മനുഷ്യന് ഞാൻ പറഞ്ഞു ഞാൻ ശബ്ദം കൊടുക്കാം. ഇരുമ്പ് മനുഷ്യന് വീഴാൻ നേരത്ത് നമ്മള് എന്നുള്ള സൗണ്ട് കൊടുത്തു. പശ്ചാത്തല സംഗീതം ഞാൻ അങ്ങനെ ചേരാനല്ലവരാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഐറ്റംസിനൊക്കെ എൻ്റെ വക സൗണ്ട് എടുക്കുന്ന ആരും ഇല്ല എന്നവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കലാഭവനിൽ ഞങ്ങളിങ്ങനെ മിമിക്സ് പരേഡ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു തുടക്കം വരികയും
ഇങ്ങനെ രണ്ടുപേര് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അഭിലാഷം പറഞ്ഞു, പോളാശാൻ്റെ മോൻ വരുന്നുണ്ട്, അറിയുമോ ചോദിച്ചു. അപ്പോഴും എനിക്ക് വെടിയിട്ടില്ല. പോൾ മാസ്റ്ററിനെ എനിക്കറിയില്ല, എൻ്റെ ഫാദറിനെ. പിന്നെയാണ് ഇവരാണെന്ന് അറിയുന്നതും. ഞങ്ങളെ ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ഞങ്ങളിരുന്ന് ഐറ്റംസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രസാദിനെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റേജ് ചെയ്യിക്കുന്നത് ഭയങ്കര അഭിമാനത്തോടെയാണ്. അത് കണ്ടോടാ, നമ്മൾ ചില സിനിമകൾ കാണിക്കാൻ കൊണ്ടുപോകും, നമ്മൾ കണ്ട പടങ്ങള് ഒരു സിനിമ കാണും, നമ്മുടെ സിനിമയാവും, നമ്മള് അതിന്റെ ഉത്തരവാദിത്വം നമ്മളെ എന്നിട്ട് അവൻ കണ്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ നോക്കും അവനെ. ചില ഹോട്ടലിൽ കൊണ്ട് ഭക്ഷണം പറഞ്ഞു കൊടുത്തിട്ടൊക്കെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ പ്രസാദിന്റെ സ്കൂളിലെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് ഇന്ന് പ്രസാദിന്റെ ഒരു പരിപാടി, എന്നിട്ട് ഞാൻ പ്രസാദിന്റെ ആളായിട്ട് ഞാൻ നിൽക്കുക. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്യുന്നത്. ഡിസംബറിൽ വിളിച്ചിട്ട് ലാലിനടുത്ത് പറഞ്ഞു, ലാലെ അടുത്ത വർഷം എന്ന് പറയുന്നത് എൻ്റെ 50ാമത്തെ വർഷമാണ്, അതായത് സ്റ്റേജ് പരിപാടിയില്ല പുറമെ. അതായത് ഈ 25 ഡിസംബർ ആകുമ്പോൾ, അതായത് ഇപ്പം 50ാം വർഷത്തിലേക്ക് കടന്നു. എന്നെ ആദ്യം സ്റ്റേജ് കയറ്റിയ ആളാരാന്ന് അറിയുമ്പോൾ ലാലിന് ഓർമ്മയില്ല. ഞാൻ ലാലാണ് എന്നെ പിടിച്ച് കയറ്റിയത്. നമ്മൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിലാന്ന് പറഞ്ഞിട്ട് ഈ വയസ്സൊക്കെ പറയരുത്. കഥ 75 തുടങ്ങും, എന്നിട്ട് ഒരു ക്ലാസ്സിലാന്ന് പറയുകയും ചെയ്യും ഇവര്. അപ്പൊ അന്ന് അവിടെ നിന്ന് നിങ്ങൾ 5-6 പേര് തുടങ്ങുന്നു. ഇവര് സിനിമയിലേക്ക് പോയല്ലോ. ഇപ്പൊ അശോകൻ ചേട്ടൻ പറഞ്ഞു ഒരു സീറ്റ് ഒഴിവാക്കണേന്ന് പറഞ്ഞിട്ട് അശോകൻ ചേട്ടൻ ഹരിശ്രീന്ന് പോകുന്നു. അല്ലെ, അശോകൻ ചേട്ടൻ ആ സിനിമയിലേക്ക് ഉണ്ട്. പ്രസാദ് ചേട്ടൻ ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചു ഇവരുടെ? ഇല്ല. പ്രസാദ് ഈ സ്റ്റേജ് വിട്ടിട്ടുള്ള കളി അന്ന് ഏതെങ്കിലും പള്ളി പരിപാടി കാണും. അന്ന് സ്റ്റേജ് പ്രോഗ്രാമിലും പ്രസാദ് ഈ ശബ്ദങ്ങളിലാണ് മിടുക്കൻ. അഭിനയത്തിന്റെ കാര്യത്തില് ആള് തിരുവി വരുന്നില്ല. അങ്ങനെ ഞാൻ എല്ലായിടത്തും പറയാറുള്ള കാര്യമാണ്. പിന്നെ അല്ല, ഇനി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ആ സ്റ്റേഡിയത്തിൽ ഇരുന്നാണ് ഞങ്ങൾ ഐറ്റംസ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച അതിലേക്ക് പോയപ്പോൾ ആ സ്റ്റേഡിയം പൊളിച്ചിട്ടിരിക്കുന്നു. ഞാൻ അവിടെ കുറച്ചേരം നിന്നു. കാരണം ആ സ്റ്റേഡിയം പൊളിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ആദ്യം ഓർമ്മ വന്നത് ലാലിനെയും സിദ്ദിഖിനെയും. നമ്മളവിടെ ആ സ്റ്റേഡിയത്തിന് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൊസ്റ്റാൾജി അടിക്കുന്നത്. നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകാറില്ല, ക്രിക്കറ്റ് കളിക്കാൻ പോകാറില്ല. ഓർമ്മ എന്ന് പറഞ്ഞാൽ പഴയ ഐറ്റംസ് ഉണ്ടാക്കുന്നത് അവിടെ ഇരുന്നിട്ട്. അപ്പൊ അത് കണ്ടു ഞാൻ ലാലായിട്ട് ഇപ്പൊ പറഞ്ഞു, നമ്മുടെ ആ പഴയ സ്റ്റേഡിയം പൊളിച്ചിട്ടിരിക്കുന്നത് കേട്ടാന്ന് പറഞ്ഞു. നമ്മുടെ അംബേദ്കർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള. അല്ല, നിങ്ങൾക്കെല്ലാം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റ്, സ്ഥലം, സമയം, ഇപ്പൊ അശോകൻ ചേട്ടൻ പറയുന്നത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കണ്ടു എല്ലാം വളരെ ഒരു സിനിമ കാണുന്നത് പോലെ ഓർമ്മയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് കണ്ടിരുന്ന കാര്യം പറയുന്ന പോലെയാണ് ഇത്രയും ഒരു കാലഘട്ടം മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കലാഭവനിലുള്ള സമയത്തും സ്ഥിരം അവിടെ പോയി കൂടാറുണ്ട്, സ്റ്റേഡിയത്തിൽ ഇരിക്കാറുണ്ട് പോയിട്ട്. അപ്പം ഞാനൊക്കെ കലാഭവനിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഇവരുടെ ഗ്യാങ്ങിലേക്ക് പോയി ഇരുന്ന് കൂടി. ഞാൻ പറയില്ലല്ലോ, ഗാനങ്ങളുടെ ഇന്റർവെല്ലാണ് ഞാൻ ചൊല്ല. എന്നാലും ഇവരിലേക്ക് വന്ന് ഇഴുകി കയറി പിന്നെ ഇവരായിട്ട് കമ്പനിയായി ഞാൻ സിദ്ദിഖ് ലാലുള്ള ആ സ്റ്റേഡിയത്തിൽ പോയി ഇരിക്കും. അവിടുന്ന് പിന്നെ നടക്കാൻ ബ്ലൂ നൈൽ ഹോട്ടലിൽ നിന്നൊരു ചായ കുടിക്കും. ഒരു ചായ കുടിക്കും, കാച്ചില്ല ഒരു ചായ കുടിക്കും. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് സരിക എന്താണ് ഒരു ഓഡിയോ കാസറ്റിന്റെ അഡ്വാൻസ് കിട്ടി നമുക്ക് വഴിയിൽ വെച്ച് അബു ഒക്കെ ഞങ്ങൾ സർഗം അപ്പൊ ഒരു ഓഡിയോ കാസറ്റ് ചെയ്യാമോ സിദ്ദിഖ് ലാലിനോട് ചോദിച്ചു. പിന്നെന്താ സിദ്ദിഖ് പറഞ്ഞു, നമ്മൾ പിന്നെന്താ സിദ്ദിഖ് ഒരു കാര്യത്തിന് മുമ്പോട്ടിറങ്ങില്ല. എനിക്ക് തോന്നണ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരാളില്ലെങ്കിൽ സിദ്ദിഖ് ഒന്നും ആവൂല. ഭയങ്കര ഉൾവലിച്ചിന്റെ ആളായിരുന്നു. ഇപ്പൊ ഈ പാകിസ്ഥാന്റെ അടുത്ത് പോകുന്നതും അതിനു മുമ്പ് കലാഭവനിലും ഇൻസ്പിറേഡിൽ പോയി ചേരുന്നതും ഞങ്ങളൊരുമിച്ച് മിക്രി നടത്തുന്നതൊക്കെ ഞാൻ വലിച്ചിട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇയാൾ എങ്ങനെ പോയിട്ട് ഹിന്ദി പടം ചെയ്യും. ഞാനില്ലെങ്കിൽ സിദ്ദിഖ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളൊരു വലിയ കാര്യമാണ്. സിദ്ദിഖ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ബോറനായി പോയെന്നെ. അതാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ. ഞാൻ ഭയങ്കര കുഴപ്പക്കാരനും കുസൃതി ഉണ്ടാക്കാൻ അലമ്പുണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അവസരമൊക്കെ പടത്തിൽ പാടുമ്പം റെക്കോർഡിങ്ങിനൊക്കെ വരലുണ്ടോ? വരാറുണ്ടായിരുന്നു. ബോഡി ഗാർഡ് ആണ് ഞാൻ ഫസ്റ്റ് സിദ്ദിഖ് അണ്ണന്റെ പാടുന്നത്. അപ്പൊ അന്ന് ഒരു ഫുൾ ഡേ റെക്കോർഡിംഗ് ആയിരുന്നു. കാരണം കൈതപ്രമാഷാണ് പാട്ട് എഴുതിയത്. അപ്പോൾ പാട്ട് പാടും, കുറച്ച് ലിറിക്സ് വരും, ഔസേപ്പച്ചൻ സാറ് മ്യൂസിക്കും. അപ്പോൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ കുറേ പാടിൻ്റെ സ്റ്റൈലൊക്കെ മൂപ്പര് ആ ഒരു ഐഡിയാസൊക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ രീതിയിലുള്ള കാര്യങ്ങളും ഔസേപ്പച്ചൻ സാറും പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. സിദ്ദിഖ് അണ്ണന്റെ ഫസ്റ്റ് ഫിലിം പാടുന്നത് ബോഡി ഗാർഡാണ്. എന്നോട് ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ടിനിറ്റോം ഒക്കെ കൂടെ പറഞ്ഞാണ് സിദ്ദിഖ് സാർ ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമ ചെയ്തല്ലോ. അപ്പൊ ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അതില് സൽമാൻ ഖാന്റെ സഹോദരൻ അർഫാസ് ഖാനോ അങ്ങനെ ഒരാൾ അഭിനയിക്കുന്നുണ്ട്, വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പം അയാൾ ഹിന്ദിയിലെ വലിയ നിർമ്മാതാവും അതൊക്കെയാണ്. അദ്ദേഹം വന്നിട്ട് ഈ ടിനിറ്റോമിന്റെയും വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒക്കെ കൂടെ ഏതോ ഫൈറ്റ് സീനോ എന്തൊക്കെയോ അഭിനയിക്കുകയാണ്. അപ്പം സിദ്ദിഖ് സാർ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അവരുടെ കൂടെ എനിക്ക് അവസരം തന്നല്ലോ എന്നുള്ളതൊന്നുള്ള പോലെ ടിനിച്ചേട്ടൻ അടുത്ത് പോയിട്ടിരുന്ന് പറഞ്ഞു, സാർ എന്നാലും
ഞങ്ങൾക്ക് ഈ അർഫാസ് ഖാനെ പോലൊരു നടൻ, അയാളുടെയൊക്കെ കൂടെ ഞങ്ങൾക്ക് സാർ ഒരു വേഷം തന്നല്ലോ, എന്നെ കൈകൂപ്പിച്ചത്. അപ്പൊ ഞാൻ അയാളോട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെന്ന്. ഈ പ്രസാദേട്ടൻ ഒരിടത്ത് വന്നു, സിദ്ദിഖ് സാർ ഇരിക്കുന്ന സ്ഥലത്ത് എന്തോ മീറ്റിംഗ് കിടക്കുമ്പോൾ ഇതുപോലെ പ്രസാദേട്ടൻ വന്ന് അവിടെ ഇരുന്ന് എല്ലാ മാറ്ററിനും നടക്കുന്നതിനിടെ പെട്ടെന്ന് സിദ്ദിഖ് സാർ പ്രസാദിനോട് ചോദിച്ചു, പ്രസാദിന്റെ മുടി വിഗാണോ എന്ന് ചോദിച്ചു. ഉടനെ പ്രസാദേട്ടൻ അല്ല, വലിച്ചു നോക്ക് വലിച്ചോ, ഒരു കുഴപ്പമില്ല, ഇത് വിഗ് അല്ല എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോ ആ ഇത്ര മോശമായിട്ട് ഒരു കമ്പനിയും വിഗ് ഉണ്ടാക്കൂല. ഇത് നടന്നതാ. അയ്യോ നടന്നത് ഞാൻ സിനിമയുടെ പറഞ്ഞതാണ്. വിയറ്റ്നാം കോളനി പോലെ ഒരു കഥയും അത്രയും വിധത്തിലും തരത്തിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളൊരു പടവും ടൈറ്റിൽ തന്നെ പവനരച്ച് എഴുതുന്ന എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിട്ടാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കൃഷ്ണമൂർത്തിയുടെ ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വരുന്നതും എല്ലാം. അതൊരു വലിയ കോമ്പിനേഷനാണ് നിങ്ങളുടെ പടങ്ങളിൽ അങ്ങനെ പാട്ടുകൾ വന്ന് കയറുന്നത്. ഇപ്പം സിനിമയുടെ കഥാഗതിയിൽ ഒരു പാട്ട് ഇന്നടുത്ത് വരണം എന്നുള്ളത് നമുക്ക് എഴുതുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി വേണമെന്ന് ഫിക്സ് ചെയ്യാം, അല്ലാതെ ഫിക്സ് ചെയ്യാം. ടൈറ്റിൽ ഒരു പാട്ടാക്കാം എന്നുള്ളത് തോന്നിയത് എങ്ങനെയാണ് ആ പടത്തിന്റെ? അത് ടൈറ്റിൽ ഒരു പാട്ടാക്കാന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സമയത്തൊക്കെ മോഹൻലാല് ലോകത്തുള്ള എല്ലാവരും ഇടിച്ചിട്ട് കഴിഞ്ഞു. ഹിന്ദിയിൽ നിന്ന് വരെ വില്ലന്മാര് വന്ന് അവരെയൊക്കെ ഇടിച്ചിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി വില്ലനെ വലുതാക്കല് നിവൃത്തിയില്ല. ചെയ്തു, 3 വില്ലന്മാരെ ഉണ്ടാക്കി, ഇരുമ്പ് സാങ്ക്, റാവുത്തര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. എന്നിട്ടും മോഹൻലാലിനൊരു ഇരയാവുന്നില്ല. പിന്നെ ചെയ്യാവുന്നത് ഈ എന്താണ്, ചെറിയ വര വരച്ച് മറ്റേ വലുതാക്കാന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് ഈ കൃഷ്ണമൂർത്തിയെ ചെറുതാക്കുക എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഒരു സാധുവാക്കലാണ് ക്ലാസിക്കൽ പാട്ടൊക്കെ അഗ്രഹാരത്തില് പൂജയൊക്കെ ഇട്ട് നടക്കുന്നത്. അങ്ങനെ ഇയാളെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം ഈ അതിലെ പവനരച്ച് എഴുതുന്ന പറയുന്ന ഒരു പാട്ട് ആ പടത്തിൽ എങ്ങനെയാന്നുള്ളത് നമ്മൾ വെറുതെ സിനിമ ആലോചിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അത് ഇപ്പം ചെറിയവരായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അഫ്സലിക്ക, ഞാൻ അഫ്സലിക്ക ഈ പാട്ട് പാടി ഞാൻ കേട്ടിട്ടേ ഇല്ല. ശരിക്കും വിയറ്റ്നാം കോളനിയിലെ പാട്ടുകളൊക്കെ തന്നെ എല്ലാം ഡിഫറെന്റ് പാട്ടുകളാണ്. ഇതൊരു സെമി ക്ലാസിക്കൽ പാട്ട് പവനരച്ച്, പിന്നെ ലല്ലലം ചൊല്ലുന്ന ചെല്ലക്ക്, അതൊരു ലൈറ്റ് മ്യൂസിക്, പിന്നെ ഒരു ഫെസ്റ്റിവൽ താളമേളം പാട്ടും കൂത്തും, പിന്നെ അതില് പിന്നെ പാതിരവായി എല്ലാം മ്യൂസിക്കലി എല്ലാം ഡിഫറെന്റ് ജോണറിൽ. പാതിരവായി നേരത്തിലൊരു പട്ടി ഓടിക്കുന്നതൊക്കെ എങ്ങനെയല്ലേ ആ പട്ടിയുടെ ഓടിക്കുന്നത്? ലാലം കൂടി ചെയ്താണ്. പട്ടി ഓടിച്ചു, പുള്ളി ഓടി. ഒരു വൈറ്റ് ഷോട്ടും ആയിരുന്നു. അപ്പൊ പുള്ളിക്ക് പോണ സ്ഥലം ഉണ്ടായിരുന്നു. പട്ടി പുറകെ വന്നപ്പോ പുള്ളി ഓടി. അത് നമ്മള് പ്ലാൻ ചെയ്തെടുത്ത കിട്ടാത്ത ഗോഡ് ഫാദറിന്റെ റീ റെക്കോർഡിംഗ്, ജോൺ ഹോനായുടെ തീം എന്ന് പറയുന്നത്, അതെല്ലാം അപ്പം ആമുഖത്തിൽ എവിടെ ഞാൻ പറഞ്ഞ പോലെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ഒരു സിനിമ. നമ്മൾ 100 കോടി ക്ലബിന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഓടിയത് പറഞ്ഞു, തീം പറയുന്നു, ക്യാരക്ടർ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ബോധപൂർവം പലപ്പോഴും സിനിമയുടെ അക്കാഡമിക് ചർച്ചകളിൽ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലേ, അത്രയും പോപ്പുലർ ആയിട്ടുള്ള സിനിമകളാണ് ഈ 2 കൂട്ടുകെട്ടും കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഞാൻ ഇത്തരം ക്യാരക്ടറുകളെ പറഞ്ഞതുകൊണ്ട് മറ്റൊരു നടൻ, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം സിനിമകളിൽ പലതിലും അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ എടുത്ത് പറയാവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് സിദ്ദിഖ് ലാൽ ചിത്രത്തിലാണ്. അപ്പഹാജ ചേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാം. ഡയറക്ടർ സിദ്ദിഖിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത്, പുള്ളി എൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. പിന്നെ റിലേഷൻ ആണെങ്കിലും കൂടുതൽ ഞാൻ അടുക്കുന്നത് എന്നെന്നും കണ്ണേറ്റം എന്ന് പറഞ്ഞാൽ ഫാസിൽ ഡയറക്ട് ചെയ്ത പടത്തിൽ അവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ഈ ഷൂട്ട് ഫുള്ള്, അപ്പോൾ ഇവർ മിമിക്രിന്ന് വന്നവരാണല്ലോ. അപ്പോൾ അതാദ്യം പറയണം. ഇവർ പുല്ലേപ്പടിയിലാണ് താമസിച്ചിരുന്നത്, സിദ്ദിഖ് ലാലും ഞാനും പുല്ലേപ്പടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹരിശ്രീ എന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കലാഭവൻ കഴിഞ്ഞിട്ട് പിന്നെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ്, ഹരിച്ചേട്ടൻ എന്ന് പറയും, പുള്ളി മരിച്ചുപോയി. പുള്ളിയാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെ ആ പടത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ഹരിച്ചേട്ടൻ. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ അവിടെ നിന്നാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇവിടെ വന്ന് സൗണ്ട് എടുക്കും. അവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇവരുടെ കൂടെ ബസ്സിൽ ഈ മിമിക്രി കാണിക്കാൻ, ഈ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിലൊക്കെ ഇവർ പോകുമ്പം ഇവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ എടുക്കുന്നത് ഈ ഫാസിൽ സാറിൻ്റെ ഫാസിലിക്ക, പുള്ളിയും എൻ്റെ ഒരു റിലേറ്റീവാണ്.
എന്നെന്നും കണ്ടിട്ടെന്ന് പറഞ്ഞ പടത്തിൽ നിലമ്പൂരിൽ വെച്ചിട്ട് കൂടുതൽ അടുക്കുന്നത്. ഈ അടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫുൾ ടൈം ഷൂട്ട് കഴിഞ്ഞ ഉടനെ കൂടിയിരുന്ന് തമാശ പറച്ചിലും, അത് കഴിഞ്ഞ് ഡബ്ബിങ് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു റൂമിൽ, തൊട്ടടുത്തടുത്ത റൂമിൽ. എന്നാലും കൂടുതലും അവരുടെ കൂടെ വന്ന് കമ്പൈൻ ചെയ്തിരിക്കും ഈ തമാശകൾ കേൾക്കാനും പിടിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് റാംജി റാവു കഴിഞ്ഞിട്ട് ഹരിഹർ നഗർ ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ സിദ്ദിഖണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്, സിദ്ദിഖണ്ണൻ്റെ ബോഡി ഗാർഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മോഹൻലാലിലൂടെ ഒരു പടം ചെയ്തു. ഇത്രയും പടങ്ങളാണ് പുള്ളിയിലൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴായാലും ഈ അപ്പാച്ചനെ പറയുമ്പോൾ നമ്മൾ ഹരിഹർ നഗറിൽ ഈ വേറെ കാര്യത്തിന് പോകുമ്പോൾ വരുന്ന വേറെ സംഘം എന്ന് പറയുന്നതിനകത്ത് അത് ശരിക്ക് ഹരിഹർ നഗറില് 4 അപ്പാജിയായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാൽ ജഗദീഷനായിരുന്നു. പക്ഷെ ജഗദീഷിനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ഡേറ്റ് ഇല്ല, അടുത്ത കാലത്തൊന്നും ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ അടിയായി പോയി. കാരണം ജഗദീഷ് കണ്ടു തന്നെ നമ്മൾ മനസ്സിൽ കണ്ടു തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ അപ്പാജെ ആ വേഷത്തിലേക്കല്ല, സിദ്ദിഖിന്റെ വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അത് പക്ഷെ അപ്പാജെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ജഗദീഷിനെ എവിടെ വെച്ച് കണ്ടപ്പോൾ വെച്ചു, എന്നാലും നിങ്ങൾ ഭയങ്കര ചതിയായി. ആ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പടത്തിന് ഞങ്ങൾ പിടിച്ച കാര്യമൊന്നും. ഞാൻ ഫ്രീ, നിങ്ങളുടെ പടത്തിന് അഭിനയിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ തിരിച്ചോടോ അങ്ങനെ അപ്പകാജ മറ്റേ വേഷത്തിലേക്ക് പോയതാണ്. നമ്മുടെ കാറ്റ് കുതിക്കുന്ന വേഷം. പക്ഷെ ഈ അപ്പകാജ ക്യാരക്ടറുകളില്ലേ, ഈ സിദ്ദിഖ് സാറിന്റെ എഴുത്തിലാണോ നിങ്ങളുടെ എഴുത്തിൽ? കാരണം ഇപ്പം മാന്നാർ മത്തായില് ജനാർദ്ദനൻ ചേട്ടന്റെ സംഘത്തിന്റെ ഒരു സംഘമുണ്ട്. ഇവർക്ക് ഈ കഥയിലൊരു ബന്ധമില്ല. മെയിൻ സ്ഥലങ്ങളിൽ ഉടക്ക് വെക്കാനായിട്ട് ഇവർ കൃത്യമായിട്ട് വരും. ഈ അപ്പകാജൻ ടീം ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിലെ ഫൈറ്റിൽ ഇവർ ഓടി അവിടെ കയറുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഓൾറെഡി അടിക്കാൻ പാത്തിന് റെഡിയായിട്ട് ഈ സംഘം ഇരിക്കുന്നുണ്ട്. ഹരിഹർ നഗർ 2 എനിക്കതാണ് പെട്ടെന്ന് ശരി വന്നത്. ഹരിഹർ നഗർ 2 ഒരു പോലീസ് ഓഫീസറായിട്ട് അപ്പാജയുണ്ട്. അപ്പൊ അപ്പാജെ കൊണ്ടുവന്ന ക്യാപ്പ് കുറച്ച് ലൂസായിരുന്നു. അതായത് കുനിഞ്ഞ താഴെ വീഴും. അതിങ്ങനെ തല വെച്ച് കഴിഞ്ഞിങ്ങനെ ആടും തലാനൊക്കെ. പക്ഷെ ആ സമയം നിവൃത്തിയില്ല, അത് എടുക്കാൻ വേണം. അപ്പൊ അന്ന് സിദ്ദിഖ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീപ്പിൽ ഇറങ്ങി അപ്പാജ നടന്നു വരുമ്പോ സിദ്ദിഖ് ചോദിച്ചു, അപ്പാജ തൊപ്പി വെച്ച് വരികയാണോ തൊപ്പി ചുമന്നുകൊണ്ട് വരികയാണോ? എനിക്ക് എപ്പോഴും ആ വിഷ്വലുണ്ട്. കാരണം ഇയാൾ നടക്കുമ്പോ തൊപ്പി കുണുങ്ങുന്നുണ്ട്. ഈ നമ്മൾ പാട്ടിനെ പറ്റിയായിരുന്നു. നിങ്ങളുടെ വേറൊരു പ്രത്യേകത കൂടെ, ഈ ഹിന്ദി ബോഡി ഗാർഡ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത നിങ്ങൾ മിക്ക സിനിമകളിലും പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് വലിയ ഒരു സെന്റിമെന്റ്സ് സീനിന്റെ വാലയിൽ ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഗോഡ് ഫാദറിൽ ഈ സഹോദരന്മാര് തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ട് വന്ന് കയറുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഹിറ്റ്ലറിലുണ്ട്, എല്ലാ പടത്തിലും തന്നെ ഉണ്ട്. കണ്ണീർ കായലുണ്ട്, ഫ്രണ്ട്സിൽ കടൽ കാറ്റിൻ നെഞ്ചിൽ എന്ന് പറയുന്ന പാട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് കഥ പറയുമ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആളുകളുടെ ഒരു താല്പര്യത്തിന്റെ ഗ്രാഫ്. അതിങ്ങനെ കഥ തുടങ്ങി ആളുകൾ ഇങ്ങനെ അടുത്ത എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അത് ബിൽഡ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് ഈ പടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി ഉത്തരത്തെ തലയിടിച്ച് ചത്തുപോകും. കാരണം അതിന്റെ മേലെ നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും ഒരു പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പാരലായിട്ട് പതുക്കെ ഒന്ന് താഴേക്ക് വരും. എന്നാലും അതൊരു ബോറടിയായിട്ട് തോന്നിയില്ല. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറ്റാം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പാട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാട്ടാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, കുട്ടിയായി, അത് കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥയൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ 3 മിനിറ്റ് പാട്ടിൽ പറയാം. അത് സീനിൽ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അവസാനിക്ക കടൽക്കാറ്റിൻ നെഞ്ചിൽ തന്നെ ആയാലോ. ഓക്കെ. ഒരാളെ കൂടെ ഞാൻ വിളിക്കുകയാണ്. ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിൽ സിദ്ദിഖ് ലാൽ മാർ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം അവരോടൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, ഇതിലൂടെ എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട അതുല്യനായ ഒരു കലാകാരൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഏലൂർ ജോർജ്. ജോർജ് ചേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങള് സിദ്ദിഖ് സാർ, അദ്ദേഹം നമ്മൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ, ആരംഭകാലത്തെ നാടകം
മിമിക്രി തൊട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ഏട്ടൻ സിദ്ദിഖ് സാറിന്റെ ഒരു കരിയറിന്റെ വ്യക്തി ജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നതും പോകുന്നതും എല്ലാം? ഞാൻ 87 തുടങ്ങിയുണ്ട് ഹരിസ്റ്റിലുണ്ട്. ആ, അപ്പൊ സിദ്ദിഖ് സാർ അതിൽ ആർട്ടിസ്റ്റാണ്? ആ, ആർട്ടിസ്റ്റാണ്. ആ, NF വർഗീസ്, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ് ലാല്, കോട്ടയം ജോസഫ്, അല്ലേ? ആ ടീം, ആ ഇത്രയും പേരുണ്ട്. ഗോകുൽമാൻ. ഗോകുൽമാൻ. ആ, ഇത്രയും പേരുള്ള സമയത്ത് ട്രൂപ്പിലുണ്ട്. ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് സിനിമയിലോട്ട് പോകുന്നതും. അതെ. നിങ്ങളെല്ലാം കൂടെ ആ ട്രൂപ്പ് തുടർന്ന് കൊണ്ടുപോകുന്നതും അല്ല? അതെ. അല്ല, ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് ഒരു യാത്രയൊക്കെ ഭയങ്കര ഒരു പിക്നിക്ക് അല്ലേ? പിക്നിക്കിന്റെ ഒരു സുഖമായിരുന്നു. ഭയങ്കര കൗണ്ടറുകളും യാത്രയിൽ ഭയങ്കര കൗണ്ടറുകളാണ്. അങ്ങനെ കൗണ്ടറുകൾ എങ്ങനെ ജനിക്കണമെന്നുള്ളത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണമെങ്കിലും ഇങ്ങനെ കൗണ്ടറുകൾ എങ്ങനെയാണ് ജന്മം എടുക്കണം എന്നുള്ളത് കണ്ടുപഠിക്കാണ്. കൗണ്ടർ ഗുരുക്കന്മാരാണ് സിദ്ദിഖ് ലാലൻ്റെ. ഞാൻ കുറെ കൗണ്ടറുകളൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട്, അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും. പക്ഷെ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കൗണ്ടറുകളൊന്നും ഇവർ ഇന്ന് വരെ പറഞ്ഞ എന്നെ അറിവില്ല. അല്ല, ഞാൻ പറയാറുണ്ട്, എനിക്കൊരു തമാശ കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ പറയാതിരിക്കാനോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാനോ പറ്റില്ല. ചിരിക്കാൻ ഒരുപാട് കാര്യത്തിനെ തന്നെ വഴക്ക് പറയാറുണ്ട്. ഒരിക്കലും ഞങ്ങളൊരു ബാങ്കില് ഒരു ലോൺ കാര്യം ശരിയാക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ ഞാൻ സിദ്ദിഖും കൂടി ഇരിക്കുകയാണ്, മാനേജറുണ്ട്. അപ്പൊ എന്റെ ചെയർ ഇങ്ങനെ അതിന്റെ ഹാൻഡിലുണ്ട്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയർ സിദ്ദിഖ്, അതിനും 2 കൈയൊക്കെ ഉണ്ട്. അപ്പൊ അതിരിക്കുമ്പോൾ കുറച്ച് ഞാൻ തമാശ സിനിമയുടെ കാര്യമൊക്കെ അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാൻ, അപ്പൊ സാറേ എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യമില്ലാണ്ട് ഒരാൾ ഡോർ തുറന്ന് കയറി വന്നു. ഞാൻ പറയാൻ പാടില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അടി കൊടുക്കാൻ തോന്നില്ല ചില ആളുകളുണ്ട്. ഒറ്റ കാര്യമില്ല, നമുക്ക് ആർത്ത് വൈരാഗ്യമില്ല. അങ്ങനത്തെ ഒരാള് കത്രക്ക് ഇട്ടിട്ട് പേനയൊക്കെ വെച്ച് ഡയറിയൊക്കെ ഇട്ടു. ഹലോ തുമ്പണ്ടി മാനേജറെ കൈ കാണിച്ചിട്ട് വന്നു. ഓർമ്മയുണ്ടോ? അയാൾക്കൊരു പിടിയില്ല. ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പണ്ട് ഈ ക്ലൂ ഇടുമല്ലോ, കുറെ ക്ലൂ ഏലൂര് വെച്ച് രാത്രി 12 മണിക്ക് എന്നൊക്കെ പണ്ട് കുറെ ക്ലൂ ഒക്കെ മാനേജർക്കൊന്നും പെടുത്തിക്കണം. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ, പറയാൻ പറ്റാണ്ട് ഇയാൾ വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതിൻ്റെ ഈ കസേര ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് ഈ 2 പിടിയിലും പിടിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. ഇവിടെ കസേര ഇല്ല, അങ്ങോട്ട് വീണു. എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. സിദ്ദിഖിന് 2 കാലിൽ നക്കുന്നു ചവിട്ടുന്നു അങ്ങനെയൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്ത് വൃത്തികേടോടെ ഞാൻ പറഞ്ഞതിന് ചിരിച്ചില്ല. പിന്നെ മരിച്ചു നമ്മള്. ആ ഒരു കുഴപ്പമുണ്ട്. ഒരു കൗണ്ടർ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോണു, സമയം തെറ്റിയാണ് ഇവിടെ നിന്ന് പോണത്. രാത്രിയാണ്, ഒരു 7 മണിക്ക്, 10 മണിക്കാണ് ഷോ. വഴി ചോദിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ചോദിച്ച്, ചേട്ടാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ അയാൾ പറഞ്ഞ് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. വണ്ടി എടുത്തപ്പോൾ തന്നെ ലാലേട്ടൻ വല്ലതൊന്നും കുറയുമോ എന്ന്. അപ്പൊ സിദ്ദിഖ 2 കിലോമീറ്റർ എന്നിട്ട് ചോദിക്കുക, അപ്പൊ എന്തെങ്കിലും കുറയും. അങ്ങനെയാണ് കൗണ്ടറുകൾ ഉണ്ടാവണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അശോകൻ ചേട്ടന്റെ കാര്യം വരുമ്പോഴേ നമ്മള് ഇപ്പം മാന്നാർ മത്തായി ഉണ്ട്, ഗോഡ് ഫാദർ ഉണ്ട്, പിന്നെ ക്രോണിക് ബാച്ചിലർ അല്ലേ ഇതിനിടയില്? പിന്നെ ക്രോണിക് ബാച്ചിലറാണ് ഒരു വലിയ വിഷയം. സിനിമയും തിരക്കുകളും ഒരുപാടുണ്ട്. ഏതെങ്കിലും കാര്യത്ത് ആ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? അത് ഹരിശേഷൻ ചേട്ടന്റെ സമയം ഇല്ലാണ്ട് പോകുന്നതാണോ, ക്യാരക്ടർ ഇല്ലാണ്ട് പോകുന്നതാണോ? അല്ല, അങ്ങനെ ക്യാരക്ടർ വന്നിട്ടില്ല. അതായത് ഇവർ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വേഷം ചോദിക്കില്ല ഇവരോട്. കാരണം വെച്ചാൽ NF വർഗീസാണ് എനിക്ക് വേണ്ടി ചോദിക്കുന്നത്. അപ്പോഴും ഇവർ പറഞ്ഞ മറുപടി എന്നോടാണ് മറുപടി പറഞ്ഞത്, എടാ നിനക്ക് തരാൻ പറ്റിയൊരു വേഷം വരട്ടെ, അപ്പൊ നമുക്ക് ഞങ്ങൾ തന്നിട്ടൊരു ഗുണം ഉണ്ടാവണം. അല്ല, അത് ചില എഴുത്തുകളിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 പേരുടെ അഡ്രസ്സ് ഒരു കോമഡി സിനിമകളുടെ അഡ്രസ്സാണ്. ജഗതി ചേട്ടൻ കുറവാണ് നിങ്ങളുടെ സിനിമകൾ. ഇല്ല. തിരിച്ചൊന്ന് ആലോചിച്ച്, ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു നടന് കോമഡി സിനിമകളുടെ കഥ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ കുറവാണ്. ഫ്രണ്ട്സിലോ മറ്റാണ്. കാബൂളിവാല കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിലാണ് അദ്ദേഹം വരുന്നത്. ജോർജ് ചേട്ടനോ? ഞാൻ ലാലേട്ടന്റെ പടങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖയുടെ പടത്തിൽ ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഇതുവരെ. മിക്ക സിനിമകളിലും എല്ലാത്തിലും ആ സൗഹൃദം ലാലേട്ടന് അന്നും ഇന്നും ആ സൗഹൃദം അല്ലേ? അതില് ചെറുതാണെങ്കിലും പുള്ളിക്കാൻ അത് പരാതിയില്ല. അത് ഞാൻ വലുതാക്കും. അത് ഞാൻ വലുതാക്കും. 10 ഷോട്ടൊക്കെ ആക്കി മാറ്റും. സിദ്ദിഖയുടെ ദീപ്തമായ ഓർമ്മകളുമായി നിരവധി സിനിമകളിലൂടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട സീമ ജി നായർ. എന്നും എന്നോണം ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിത്വമാണ് സിദ്ദിഖേട്ടൻ്റെത്. ഞാൻ ആദ്യമായിട്ട് ക്രോണിക് ബാച്ചിലറാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് കാബൂളിവാലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചതാണ്. പക്ഷേ അതേതോ കള്ള ഫോണാണ്, കള്ളത്തരത്തിൽ ആരോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിഷ്കരണം കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമയെ വേണ്ടാന്ന് വെച്ചവളാണ് ഞാൻ. അതിനുശേഷം
ക്രോണിക് ബാച്ചിലറിന് ചെല്ലുമ്പോഴാണ് ഈ കഥ കംപ്ലീറ്റ് ഞാൻ അറിയുന്നത്. അതിനുശേഷം ബോഡി ഗാർഡ്, ഫുക്രി, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. അപ്പം സിദ്ദിഖേട്ടന് അദ്ദേഹം ചെയ്യുന്ന പടത്തിൽ ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിദ്ദിഖേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോഴും മരിച്ചു എന്നറിഞ്ഞപ്പോഴും അതൊരിക്കലും ഒരു തീർത്താൽ തീരാത്ത വേർപാട് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേര് വിട്ടുപോയത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു. ഒന്ന് ശരണ്യയും ഒന്ന് സിദ്ദിഖേട്ടനും. 2 പേരും അടുത്തടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് കടപ്പാടും ബഹുമാനവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് സിദ്ദിഖേട്ടൻ. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരു 84 പിരിഞ്ഞ ശേഷം ഒരു 15 വർഷം യാതൊരു ബന്ധവുമില്ല. പിന്നെ സിദ്ദിഖായിട്ടുള്ളൊരു സൗഹൃദം വരുന്നത് 2003-4 കഴിഞ്ഞ് ഈ എന്ന് പറയുന്ന സംഘടന വരികയും സിദ്ദിഖ് ലാലും 41 മിമിക്രിക്കാരും എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ ഷോ ഇവര് പിരിഞ്ഞ ശേഷം ഇവര് തമ്മിൽ ഒരുമിച്ച് വരുന്നത് ഷോ നടത്തുന്ന ഞാനാണ്. ആ ഷോ വരുന്നു. ഇവർ രണ്ടുപേരെയും എങ്ങനെ വീണ്ടും ഒന്നിച്ചു എന്നൊക്കെ പലരും വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ഇവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഒരു സിനിമ, ഒന്ന് പ്രസാദ് ഒന്ന് ഇടപെടുമോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പലരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഡെയിലി ഒരു സിനിമ ചെയ്യുന്ന പോലെ ഡെയിലി രാവിലെ ഉച്ചക്കും വൈകുന്നേരം 4 തവണ വിളിക്കുന്നതും ഈ 120 എപ്പിസോഡിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ചാറ്റിങ്ങിൻ്റെ എല്ലാം എഴുതുന്നതും ആയിട്ട് പിന്നൊരു 4-5 വർഷം കണ്ടിന്യൂസ് ഫോൺ കോൾ ആയിരുന്നു. ഈ മുമ്പുള്ളൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും അതിനുശേഷം പിന്നെ ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേണം. പുള്ളിക്ക് അറിയാം ഓരോ വ്യക്തിയുടെ A to Z പുള്ളിക്ക് അറിയാം മിമിക്രിക്കാരുടെ. ലാസ്റ്റ് നമ്മുടെ ജനറൽ ബോഡിയുടെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ ജനറൽ ബോഡി 27-ാം തീയതി ഇത്രാം തീയതി അല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടോ കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞു, എടാ എനിക്കൊരു ചെറിയ പനിയുണ്ട്, പനി കൂടുകയാണെങ്കിൽ ഞാൻ വരില്ല, എനിക്കൊന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോയിക്കോ. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ജനറൽ ബോഡി ദിവസം രാവിലെ 8 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, പിഷാരയുടെ അടുത്തും ഷാജോൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, എനിക്ക് സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അന്നും പുള്ളി പോയി. അങ്ങനെ നമ്മുടെ ജനറൽ ബോഡിയിൽ പുള്ളി വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞാൻ തിരിച്ചു വന്നു, പെരുന്നാളായതുകൊണ്ട് വന്ന് പിള്ളേരുടെ കൂടെ ഇരിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ പോയി ഹോസ്പിറ്റലൈസ് ചെയ്യും, ഒരിത്തിരി പ്രശ്നമുണ്ട്, എനിക്ക് അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവരൊക്കെ സിനിമയിലേക്കൊക്കെ ബിസിയായി പോയി. അപ്പം ഞാൻ ഹരിസിൽ നിന്ന് പോന്നു. ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം, 2000-ലായിരുന്നു 2000-ൽ. ആ സമയത്ത് ഒത്തിരി പേരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് ഒത്തിരി പേര് ക്യൂ നിൽപ്പുണ്ട്. ലാലേട്ടൻ ഉണ്ടായിരുന്നു, അശോകൻ വന്നു, ദിലീപ്, അങ്ങനെ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പോസ്റ്റ്മാൻ്റെ ഡ്രസ്സിൽ അവിടെ ആ ക്യൂവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്, എന്താണ് അങ്ങനെ ഇയാൾ വന്നിട്ട് ഒരു ടെലഗ്രാം എൻ്റെ നേരെ നീട്ടി സൈൻ ചെയ്യിച്ച്. ടെലഗ്രാം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ് ജോർജ് സിദ്ദിഖ മദ്രാസിലായിരുന്നു. അത് അന്ന് അത്ര നേരം കിട്ടിയേക്കണ ഗിഫ്റ്റുകളിൽ വെച്ച് ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒത്തിരി നാൾ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല ലാലേട്ടാ, ആളിവിടെ ഇല്ലെങ്കിലും ചെന്നൈയിൽ നിന്ന് അങ്ങനെയല്ല ലാലേട്ടാ. അതാണ് അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഒരു മറന്നില്ല, നമ്മളെ മറന്നു. അല്ല, മറക്കാൻ കാര്യം ചെയ്ത് നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ പറയുന്ന ഒരു സൗഹൃദ സംഘം, നമ്മൾ സൗഹൃദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുന്നൊരു സൗഹൃദമുണ്ട് ഈ പ്രസാദേട്ടൻ, ലാലേട്ടൻ, സിദ്ദിഖയ്ക്കൊക്കെ. ആ സംഘത്തിലുള്ള ഒരാൾ തന്നെയാണ് സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് എന്ന. ഇവർ ഇരട്ട സംവിധായകരായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇരട്ട സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസിലെ ബേണി സാർ ഇപ്പോൾ സിദ്ദിഖിനെ ഓർക്കുന്നു. ഡയറക്ടർ സിദ്ദിഖ് സംവിധായകനാകുന്നതിന് മുമ്പ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നതിന് മുമ്പ്, സിനിമയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. മിക്കവാറും ദിവസം സിദ്ദിഖിനെ ഞാൻ കാണും. ഞങ്ങൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ലാലിൻ്റെ ഫാദർ പോളിയേട്ടൻ്റെ വീട്ടിലായിരിക്കും. കുറേ നേരം ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിട്ടേ പിരിയാറുള്ളൂ. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ, ഒരു 1/2 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പോകും. അദ്ദേഹം ജോലി ചെയ്യുന്ന മുസ്ലിം സ്കൂളിലേക്ക് അദ്ദേഹം പോകും. ഒരു ദിവസം അദ്ദേഹം വളരെ മ്ലാനവതനായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സിദ്ദിഖേ? ഒരു മൂടിലല്ലോ, സാധാരണ പറയുന്ന തമാശയൊന്നും പറയുന്നില്ല. പറഞ്ഞു, ബേണി, ഞാൻ ഇന്നലത്തെ കൊണ്ട് എൻ്റെ കലാജീവിതം മതിയാക്കണം എന്ന് കരുതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നീ ഒരിക്കലും ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരില്ല. അതെന്ത് പറ്റി അങ്ങനെ ചിന്തിക്കാൻ എന്ന് പറഞ്ഞു.
അവ പറഞ്ഞ് എനിക്ക് വളരെ വിഷമകരമായ ചില സംഭവങ്ങൾ ഇന്നലെ നടന്നു. പലരും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. എനിക്ക് ഈ പണി പറ്റില്ല, എനിക്ക് എൻ്റെ ഈ മുസ്ലിം സ്കൂളിലെ ജോലി മതി, ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ പറയുന്നത്, എൻ്റെ പലരും പറയുന്നതായിട്ടുള്ള ചില പോസിറ്റീവ് തോട്ട്സ് എല്ലാം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ആയിരിക്കാം, ഞാനല്ല അത് പറഞ്ഞത്, എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചാണ്. ആ പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. പിന്നെ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരണം, പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ശക്തമായ തീരുമാനത്തോടെയാണ് അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇത് ഞാൻ അറിയുന്നത് മനോരമ സൺഡേ സപ്ലിമെന്റിൽ അദ്ദേഹം എന്നെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കുന്നു, സിദ്ദിഖ് ലാലിൻ്റെ ഒരു മുഴുനീള പേജിൽ. ഞാൻ ഉടനെ വിളിച്ചു, എന്താണ് എന്നെപ്പറ്റി എഴുതാൻ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, വേണി, ഞാൻ എഴുതുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, സത്യമാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ നിങ്ങളുടെ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചത്. എനിക്ക് ഇതിൻ്റെ അകത്ത് മുന്നേറണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നിയത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയ ഒരു ഡയറക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ ഒരു അവസരം കിട്ടും, മരിക്കുന്ന ഒരു 5-6 മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു അമൃത TV ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. അതേപോലെ പല സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ സംസാരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പവും എനിക്ക് പ്രകടമായിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ മാത്രമല്ല, ഒരു മഹാനായ വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഒരു വാക്കുപോലും മോശം പറയാൻ ഒരാൾക്കും സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ കലാപ്രതിഭയെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹത്തിനും സത്യത്തിൽ കലാകാരന്മാർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മരണമില്ല. ഒരു സംഗീത സംവിധായകൻ വന്ന സ്ഥിതിക്ക് അഫ്സലിക്കയുടെ ഒരു പാട്ടും കൂടെ, അത് നമ്മളിപ്പോൾ പാടിയതെല്ലാം ദാസേട്ടൻ പാടിയ പാട്ടുകളും MG അണ്ണൻ പാടിയ പാട്ടൊക്കെയാണ്. അഫ്സലിക്ക തന്നെ സിദ്ദിഖയുടെ പടത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ 4 വരി കേൾക്കാം. ഇപ്പൊ സിദ്ദീഖ് ലാൽ സിനിമകൾ നമ്മളൊക്കെ ഗാനമേളകൾക്ക് പാടിക്കൊണ്ട് കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ സിനിമകളിലെ പാട്ടുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ഡിഫറെൻറ്റ് മ്യൂസിക് വന്നപ്പോൾ നമ്മളൊക്കെ നല്ല നല്ല പാട്ടുകൾ എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരുടെയൊക്കെ സിനിമകളിൽ പാടാൻ സാധിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോഴാണ് ലാലേട്ടൻ്റെ സിനിമയിൽ കല്യാണരാമനിൽ ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക്കിൽ എനിക്ക് ഒരു തുടക്കം കിട്ടിയത്. പിന്നെ അതിന് ശേഷം ലാലേട്ടൻ്റെ തന്നെ പുലിവാൽ കല്യാണം, അങ്ങനെ കുറേ സിനിമ ഹിറ്റ് പാട്ടുകൾ എനിക്ക് ഉണ്ടായി. പിന്നെ അതിന് ശേഷമാണ് സിദ്ദീഖ എന്നെ ബോഡി ഗാർഡിലും പിന്നെ അതേപോലെ ഭാസ്കർ ദി റാസ്കളും. പക്ഷേ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഇവർ പിരിഞ്ഞെങ്കിലും ഇവർ ചേർന്ന് ചെയ്തൊരു ഷോ ഉണ്ടായിരുന്നു US 2016 സിദ്ദീഖ് ലാൽ ഷോ. അതിൽ എനിക്ക് ഇവരെല്ലാരും ഉണ്ടായിരുന്നു, ഞാനുണ്ടായി, എല്ലാരും ഉണ്ടായി. ജോർജ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, ലാൽ സാറ്, അശോക് എല്ലാരും ഉണ്ടായിരുന്നു. അതൊരു ശരിക്കും ഷോ അല്ല, അതൊരു വലിയൊരു കുടുംബയാത്ര എന്ന് തന്നെ പറയല്ലേ ലാലേട്ട, എല്ലാവരും ഒരുമിച്ച്. അപ്പം അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം എന്തായാലും ഇവരുടെ സിനിമകൾ കണ്ട് വളർന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. എന്തായാലും സിദ്ദിഖ് സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പാടാൻ കിട്ടിയ ഭാഗ്യം, ആ ഒരു പാട്ട് ഞാൻ പാടുക. അപ്പോൾ ഭാസ്കർ ദി റാസ്കലിലെ ഒരു പാട്ടാണ്, ദീപക് ദേവ് ആണ് ഹരിനാരായണൻ ലിറിക്സ് എഴുതി. കാബുളിവാല, ഇതുപോലെ കാബുളിവാലയിൽ എന്നെ പാടാൻ വിളിച്ചു, അശോകന്റെ പാടാൻ വിളിച്ചു. എന്നെ അഭിനയിക്കണേ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാമെന്ന് പറഞ്ഞില്ല, ലാലാണ് എന്നെ വിളിക്കണം. ഞാനാ വിളിച്ചത്. കാരണം ഈ ഹൃദയവാഹിനിയൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, ഒരു ഹൈപ്പിച്ചു മണ്ണും. അപ്പൊ അത് പാടാനായിട്ട് അശോകന്റെ ഒരു ഡിഫറൻറ്റ് ശബ്ദമായിരിക്കും എന്ന് കരുതിയിട്ടാണ് അശോകനെ കൊണ്ടുപോയത്. എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചത്? പാവം, മരിച്ചില്ല. കാരണം അറിയാമോ, SP സാറൊക്കെ ഇരിക്കാണ്, അല്ല മ്യൂസിക് ഡയറക്ടർ. ഞാൻ ചെല്ലുമ്പോ SP വെങ്കടേഷ് നിലത്തിങ്ങനെ ഇരിക്കുന്നു മുറിയിൽ, ഒരു ഗിറ്റാറിസ്റ്റ്, ഹാർമോണി, ഡോലി, ഇവൻ കട്ടിലേലിരിക്കുന്ന സിദ്ദിഖ് ഇരിക്കുന്നു. എന്നോട് ഇരിക്കാൻ പറഞ്ഞ് എൻ്റെ ഉള്ള ഇടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മുമ്പിൽ എന്നോട് പാടാൻ ഞാൻ എനിക്ക് പറ്റൂല, പറ എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ച് ഇദ്ദേഹം ആ മൂളി തന്നു. പിറന്നൊരു ഈ മണ്ണും തന്നെ അത് തുടങ്ങണ തന്നെ 5 കട്ടക്കാറ്റ് അവിടെ തുടങ്ങിയിട്ട് മണ്ണും അതൊക്കെ നിലാവും പകലും അവിടെ എന്നിട്ട് എന്തിനോ ആ വഴി പോയി ഞാൻ. തുടക്കമൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പുള്ളിക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു.
ഇപ്പൊ എന്തിനോ ആ നോ വന്നോടി പുള്ളിയും പറഞ്ഞു ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. എന്തിനു ഈ സാധനം ഇവിടെ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചു. ഒന്ന് ഡക്ലസ് എന്ന് പറഞ്ഞ പാട്ടുകാരനെ പച്ചാളത്തുള്ള അവനെ നോക്കി, പിന്നെ വേറൊരു പാട്ടുകാരൻ, പിന്നെ ആരാ പാടിയതല്ലേ, മലേഷ്യവാസ്. ഈ പാട്ടിന്റെ ഈ നോ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുമ്പം നമ്മൾ പറഞ്ഞ പല പാട്ടുകളും നോ പറയാതെ യെസ് പറഞ്ഞ് പാടിത്തന്ന അഫ്സലിക്കയുടെ സാന്നിധ്യത്തിന് ഈ ഒരു അവസരത്തില് ഓർമ്മയിലെത്തും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗത്തു നിന്നും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. അഫ്സലിക്ക, വളരെ നന്ദി. നമ്മള് പലതവണ ഈ എപ്പിസോഡിൽ ആവർത്തിക്കപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് സൗഹൃദം എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ തിരക്കഥകളിലും നമുക്കത് വ്യക്തമായിട്ട് എല്ലാ പടത്തിലും ഒരു വളരെ രൂഢമൂലമായിട്ടുള്ളൊരു സൗഹൃദത്തിന്റെ കഥകൾ പലപ്പോഴും പറയുന്നു. എന്നാൽ നമ്മൾ സഹോദരനെ പോലെ, സഹോദരനാണ്, സുഹൃത്താണെന്നൊക്കെ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനി വരുന്ന ഒരാൾ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദിഖ് എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട അതുല്യനായ കഥാകൃത്ത്, സംവിധായകൻ, അദ്ദേഹത്തിന്റെ സഹോദരനാണ്. വളരെ സ്നേഹത്തോടെ ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സാലിക. സാലിക, ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ പ്രസാട്ടൻ പറഞ്ഞു, പ്രസാട്ടൻ ആ വീട്ടിലെ ഇളയതാണ്, സിദ്ദിഖ വീട്ടിലെ മൂത്ത ആളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 14 വയസ്സ് 15 വയസ്സ് വ്യത്യാസം. 14 വയസ്സ് വ്യത്യാസമുണ്ട്. ആ, കാരണം ഞാൻ 8ാമത്തെയാണ്. ഞാൻ 8ാമത്തെ ആളാണ്. സിദ്ദിഖ 8 മക്കളാണ് അല്ലേ? ഞങ്ങൾ 8 മക്കളാണ്. ഏറ്റവും മൂത്തത് ഇത്തയാണ്, ഒരു ചേച്ചി ഇത്തയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സിദ്ദിഖ. അങ്ങനെ 8ാമത്തെ ആളാണ് ഞാൻ. അപ്പൊ ഒരു പക്ഷേ സാലിക്കൊക്കെ സാലിക്ക് നല്ല ഓർമ്മകൾ വരുമ്പോ തന്നെ സിദ്ദിഖ ഒരുവിധം ഞാൻ സിദ്ദിഖയുടെ നാടകം കണ്ടിട്ടുണ്ട്. മറ്റേ ഈ പറഞ്ഞ രമണന്റെ മരണം എന്ന് അഭിനയിച്ച ഒരു സ്ക്രിപ്റ്റ് അത് കണ്ട എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിൽ വെച്ചിട്ട്. വളരെ ചെറുപ്പത്തിലാണ്. അതില് ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് അണ്ണൻ, കോൺസ്റ്റബിൾ ആയിട്ടാണ്. ആ ഒരു നാടകം കണ്ട ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അധികം കണ്ടിരിക്കുന്നത് ഇവരുടെ പ്രോഗ്രാമാണ് കലാഭവനിലെ മിംസ് പരേഡ്. ചേട്ടൻ എന്നുള്ള നിലയില് ചേട്ടൻ വലിയ ഇപ്പം സിനിമയില് ആളാകുന്നു, വലിയ രീതിയിലാകുന്നു, ഒരു സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നു നിങ്ങൾ? ഇല്ല സ്ട്രിക്റ്റ് ഒരിക്കലും ഇല്ല. എല്ലാവരുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഇതാണ്. കാരണം ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഒരേമാതിരി അറിയാലോ, ഏട്ടനറിയാം. അതിൽ തമാശ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. വാപ്പയാണെങ്കിലും അതുപോലെ ഷെരീഫിക്ക, അപ്പാക്കുട്ടി, അണ്ണനൊക്കെ പണ്ട് ഇവരുടെ അങ്കിളുമാരൊക്കെ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് തമാശ പറയുന്ന നല്ല ആസ്വാദകരായിരുന്നു. നിങ്ങൾക്ക് സിദ്ദിഖയുടെ സിനിമ തിയേറ്ററിൽ പോയി ആദ്യത്തെ സിനിമ കണ്ടതൊക്കെ ഓർക്കുന്നുണ്ടോ? റാംജി റാവു. കാരണം എന്റെ വാപ്പ ഒരുപാട് വർഷത്തിന് ശേഷമാണ് റാംജി റാവു തിയേറ്ററിൽ കാണുന്നത്. പണ്ടത്തെ കണ്ടിട്ട് പിന്നെ ഒരുപാട് 89-ലല്ലേ സിനിമ. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വാപ്പ കാണുന്നത് ഇതാണ്, റാംജി റാവു ആണ്. തിയേറ്ററിൽ പോയി കാണുന്നത് എല്ലാ സിനിമകളും ഇല്ല. പിന്നെ വാപ്പ അത് മാത്രമേ തിയേറ്ററിൽ പോയിട്ടുള്ളൂ. പിന്നെ വാപ്പ ഈ ഒരു സിനിമയാണ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ടി വിയിൽ വരുമ്പോഴാണ് എല്ലാം കാണുന്നത്. പുള്ളിക്ക് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഒരു ഷർട്ടിന്റെ പീസ് കൊണ്ടു കൊടുത്തു. അന്ന് ഒരു തീ പറഞ്ഞ സാധനം വൈറ്റ് കളറില് ഷർട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അവിടെ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ തയ്ക്കടയുണ്ട്. അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഷർട്ടിന് അളവൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത്, ബാക്കിയുള്ള തുണിക്ക് 2 അണ്ടർവെയർ വെച്ചേക്കും എന്ന് പറഞ്ഞു. ഈ തിളങ്ങുന്ന തുണിക്ക് ചൈനീസ് സിൽക്കാണ് ദുബായ്. 2 ദിവസം കഴിഞ്ഞപ്പോ അയാള് അണ്ടർവെയർ വെച്ചിട്ട് ഷർട്ടിന് തികയുള്ള അണ്ടർവെയർ ഇട്ട് നടക്കാൻ പറ്റില്ല, ചിരിച്ചാവും. ആദ്യം തയ്ച്ചത് ഇതാണ്. ആദ്യം അയാൾ അണ്ടർവെയർ ഒക്കെ തയ്ച്ചു. കല സിദ്ദിഖ സൗഹൃദങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് വീട്ടില് ചർച്ചകൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയും സിനിമയുടെ കഥ കാണിക്കും, അല്ലെങ്കിൽ ഈ പ്രിവ്യൂ കാണിക്കല്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ? ഇല്ല, സിനിമയുടെ കഥ ആദ്യം ഫസ്റ്റ് ഇതാകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ്. ഈദിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളോടാണ് ആദ്യം പറയുന്നത്. ഞങ്ങളെല്ലാവരും, കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അവരുടെ കുട്ടികൾ എല്ലാവരും. ഉമ്മയുണ്ടാവും. ഇല്ല, പ്രിവ്യൂ അങ്ങനെ വരാം. ഈ കഥ ഫസ്റ്റ് ഉണ്ടാവുമ്പോ തന്നെ ഡിസ്കഷൻ ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ഇരുന്ന് അതിനെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എല്ലാത്തിലും ഉള്ളതാണ്. മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങള് കാരണം 8 സഹോദരൻ, അവരുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ അവസാനം ഈദിന്റെ അന്നാണല്ലോ അണ്ണൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായത്.
ആ സമയത്ത് കഥ പറയാൻ പുള്ളിക്ക് പറ്റില്ല, കാരണം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്നാണ് ആള് എത്തിയത്. നമ്മൾ കലാകാരൻ എന്നുള്ള നിലയിൽ വലിയ സക്സസ്സുകൾ ഉണ്ടാകുന്നു, അതിൻ്റെ വലിയ സന്തോഷം. സിനിമയാണ് അതേപോലെ തന്നെയാണ്. മറ്റൊരു പടം വേണമെങ്കിൽ വലിയ ഫ്ലോപ്പ് ആവാം, നമുക്ക് അതിനനുസരിച്ച് തന്നെ ദുഃഖിക്കാം. അങ്ങനത്തെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ ഒരു വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വേണം കൂടുതലായിട്ട് ബാധിക്കാവുന്നതാണ്. അങ്ങനെ ബാധിച്ച് വീട്ടിൽ വരുന്നോ കണ്ടിട്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. വീട്ടിലേക്ക് വരില്ല, പുറത്തു തീരും. ഇല്ല, ലാൽ സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാം സക്സസ് ആയതുകൊണ്ട് ആ സമയത്ത് ഞങ്ങള് ഒരുമിച്ചുള്ളതൊക്കെ സക്സസ് ആയിരുന്നു. എനിക്ക് പരാജയം ഏറ്റുവാങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കുറെ ദിവസങ്ങൾ എടുക്കും നോർമൽ ആകാനായിട്ട്. അതായത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാൾ അധ്വാനിച്ച മുഴുവനും കുറെ പൈസ കളയാനും കുറെ നഷ്ടങ്ങൾ കേൾക്കാനും ചീത്ത കേൾക്കാനുമാണല്ലോ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാക്കുന്നത്. അത് സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ വലുതായിട്ട് ഇത്രയും നാൾ മെനക്കെട്ടത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്ന സംഭവത്തിൽ അവനവനെ സംശയം തോന്നും, അവനവന്റെ ഡിസിഷൻ തെറ്റിപ്പോയി എന്നുള്ളിടത്ത്. മറ്റുള്ളവർ പറയുന്നത് നമ്മളൊന്നും അങ്ങനെ കാര്യമാക്കാറില്ല, പക്ഷെ സ്വയം വരുന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഒന്നിച്ചുള്ള സക്സസ്സുകളുടെ ഒരു എണ്ണം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ സക്സസ് അല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം സക്സസ് ആണ് എങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പടങ്ങളും. അതിന്റെ കഥ പറയുമ്പോൾ പറഞ്ഞു എത്രയോ പേരെടുത്ത് പറയാറുണ്ടെന്ന് അറിയോ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല. പക്ഷെ ഇവരൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇത് സംഭവമൊക്കെയാണ്, ഇനി ഇതൊന്ന് സിനിമയാക്കി അഭിനയിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് കണ്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് പാസ്സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പോസിറ്റീവ് എന്നാ പറയുന്നത്. സൗണ്ടും തനിത്തനിയാ. അത് പ്രൊജക്ഷൻ 18 പ്രാവശ്യമൊക്കെ വെക്കും ഓരോ പടത്തിന്റെ. എന്നിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും പിറ്റേ ദിവസം ഇട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ കാണും. മദ്രാസിലൊക്കെ ആണെങ്കിൽ മദ്രാസിൽ അതിനുവേണ്ടി തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ വിളിക്കും, അവരൊക്കെ വന്ന് കാണും. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ പോയ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ റിസൾട്ട് അറിഞ്ഞിട്ട് തന്നെ തിയേറ്ററിലേക്ക് വരുന്നത് പടം. അതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷൻ അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സിദ്ദിഖയുടെ ഒരു പ്ലസ് പോയിന്റ്, വേറെ ഒരു ക്വാളിറ്റി എന്നുള്ള ഞാൻ കണ്ടത്, ബോഡി ഗാർഡെന്ന് പടം കഴിഞ്ഞിട്ട് സിദ്ദിഖ ഞാനോട്ട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ജോർജിൻ്റെ ഒരു തമാശ ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സിദ്ദിഖ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ജോർജ് ഇപ്പം എന്ത് ചെയ്യണം, ഞാനിപ്പോൾ അപ്പൻ്റെ കൂടെയാണ്, അപ്പൻ എന്ത് ചെയ്യണം, അപ്പൻ വെറുതെ നടക്കുകയാണ് എന്നുള്ള സാധനം ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടാന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ആരും അങ്ങനെ പറയൂല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതാ ഒരു ക്രെഡിറ്റ്. അതുപോലെ സിദ്ദിഖിന്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസറാണ്. മരണം വരെ എൻ്റെ അഡ്വൈസറായിരുന്നു. എന്ത് കാര്യം ചെയ്താൽ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും, സിനിമയായിട്ട് മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ എന്താണെങ്കിലും ലൈഫിൽ എന്ത് കാര്യം വേണമെങ്കിലും സിദ്ദിഖിനോട് ചോദിച്ചിട്ടേ ചെയ്യാം. സിദ്ദിഖിനോടും ചോദിക്കരുത്, ജോഷി സാറിനും ചോദിക്കരുത്. സിദ്ദിഖ് എൻ്റെ കറക്റ്റ് റൂട്ട് പറഞ്ഞു തരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അത് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ നേരത്തെ സാറിൻ്റെ സിനിമകളെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയുടെ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ചില ആളുകൾക്ക് ചില കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു വലിയ ഭാഗ്യമാണ്. അവരെ കാണുന്നവരെല്ലാം ആ സിനിമയും ആ ഒരു കഥാപാത്രവും പറയും. അത്തരത്തിൽ മറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിദ്ദിഖ് സാറിൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രം ആളുകൾ എടുത്തു പറയുന്ന ഒരു കലാകാരൻ, ക്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിലെ ആ മദ്യപാനിയെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ ശ്രീ അനിയപ്പൻ. എൻ്റെ സുഹൃത്തുണ്ട് മഞ്ജൂഷ്, തൃപ്പൂണിത്തുറയാണ്. മഞ്ജൂഷിൻ്റെ ഫ്രണ്ടാണ് സിറാജിക്ക. ഈ സിറാജിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് സിദ്ദിഖ് സാർ. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഭയങ്കര ഉള്ള ആളാണ്. അങ്ങനെ പറഞ്ഞ് ഈ അനിയപ്പനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവനിപ്പോൾ കലാപ്രതിഭയൊക്കെ ആയിട്ടൊരു പാവപ്പെട്ട പയ്യനാണ്, എന്തെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. അങ്ങനെ നേരെ സിദ്ദിഖ് സാറിലേക്ക് ഒരു എത്തിപ്പെടുകയും ഞാനും മഞ്ജൂഷും കൂടി സാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. വീട്ടിൽ കയറി അവിടെ ചെന്ന് സാറിനെ കണ്ടു. പുള്ളി പറഞ്ഞു, കഴിവുള്ളകളിൽ എപ്പോഴും രക്ഷപ്പെടും അനിയപ്പ, ഈ പടത്തിലെല്ലാം കാസ്റ്റിംഗ് ആയി കഴിഞ്ഞു, പിന്നെ അടുത്ത മൂവിയിൽ അനിയപ്പനെ ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം സാധാരണ ഒരാൾക്കാരുടെ പോലെ. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെട്ടെന്നൊരു വാക്ക് ഒരു വലിയ വാക്കാണ്. അപ്പം സാറേ അയാൾ ഇവിടം വരെ എത്തിയതല്ലേ സാറേ, അവൻ്റെ ആ കഴിവൊന്ന് കാണിക്കട്ടെ സാറേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കള്ളുകൂടിയൻ അവിടെ കാണിക്കുകയാണ്. അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, അനിയപ്പ നമുക്ക് നോക്കാം, ഏതായാലും അടുത്ത പടത്തിൽ എങ്ങനെയായാലും അനിയപ്പനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോന്നു. ഞാൻ ഇന്നും ക്രോണിക് ബാച്ചിൽ കള്ളുകൂടിയൻ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഞാൻ അന്ന് ആ സമയങ്ങളിൽ ഞാൻ 10-26 സിനിമ അഭിനയിച്ചെങ്കിലും പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ക്രോണിക് ബാച്ചിൽ കള്ളുകൂടിയൻ. ഞാൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും പിഷാരടിക്ക് അറിയാം, നടക്കൽ വന്നിട്ടും ആൾക്കാർ പറയും ദേ കുടിയൻ നിൽക്കണം അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ ഇപ്പോഴും അറിയുന്നത് ആ ക്രോണിക് ബാച്ചിൽ കുടിയൻ എന്നാണ്.
ഒരു വിദേശയാത്ര കോവിഡിന്റെ സമയത്തൊക്കെ ഒന്ന് അവിടെ പെട്ടുപോയി. അതെ, കുറച്ചധികം നാൾ അവിടെയായിരുന്നു, അമേരിക്കയിലായിരുന്നു 6 മാസത്തോളം. അതൊരു വലിയ പെടലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പെട്ടു വന്നിട്ടാണ്, അതും കഴിഞ്ഞ് ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു തോന്നുന്നല്ലേ അദ്ദേഹം നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത്. അതെ അതെ, ഒരു സിനിമയുടെ എഴുത്തും വെച്ചിട്ടുള്ള ഒരു പടത്തിന്റെ ഒരു ഇതായിരുന്നു. ആ സമയത്താണ് അസുഖം വരുന്നതും ആശുപത്രിയിലാകുന്നതും. ഞങ്ങളുടെ സംഘടനയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമാ ലോകത്താണെങ്കിലും എല്ലാം ഇത്തിരി സ്പീഡായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് വയ്യാന്ന് നമ്മൾ കേൾക്കലും സിദ്ദിഖയുടെ വിയോഗവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതായിരുന്നു. അറിയിച്ചില്ല. ഞാൻ സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ ഐസിയുലാണെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണാൻ വേണ്ടി പോയി ഐസിയുല് ഞാൻ കയറി, എന്നെ ആരും കയറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സിദ്ദിഖിനെ കണ്ടോ തകർന്ന് തരിപ്പണമായിപ്പോയി. കാരണം നമുക്കൊരാൾക്ക് സുഖമില്ലാതെ കിടക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ടല്ലോ, അതൊന്നും അല്ല അവിടെ കണ്ടത്. അവിടെ വെച്ച് ഞാൻ തല ഇറങ്ങിയിട്ട് പിന്നെ അവരെ കൂടി എന്നെ അവിടെ കിടത്തി, വെള്ളമൊക്കെ തന്ന് കുറെ പേരെ അവിടെ കിടത്തിയിട്ട് ആ മുറി കിടത്തിയിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. കാരണം അങ്ങനെ മാറിപ്പോയിരുന്നു. ആ അവസ്ഥ വരെ പുള്ളി ഇത് അറിയിക്കാണ്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. ആരോടും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ മാതിരി ലാലേട്ടൻ കാണുന്നത് സെക്കൻഡ് ഇതിലാണ്. ആദ്യം പുള്ളി കുറച്ച് ദിവസം ഒരു വേറെ ഹോസ്പിറ്റലിൽ പുള്ളി അഡ്മിറ്റ് ആയിരുന്നു, ഒരു 10-15 ദിവസത്തോളം. അതാരും പുള്ളി ആരടുത്തും പുള്ളി അണ്ണൻ ആരോടും പറയണ്ടെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ല. കാണണ്ട, ആരും വന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള ആരും അറിയണ്ട, എന്നെ ആരും വന്ന് കാണണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹമായിരുന്നു പുള്ളിക്ക്. അതൊരു മസ്റ്റായിരുന്നു. അതാണ് നമ്മുടെ ജനറൽ ബോഡിയിൽ വരാതെ പോയി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അതാണ് പോയത്. ഈ 15 ദിവസം പോയി എന്ന് പറയാം, ഡോക്ടറിനെ അറിയാം. ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ദിവസം പുള്ളി ലീവ് എടുത്തിട്ടാണ് അന്ന് ഈദിന്റെ അന്നാണ് വീട്ടിൽ വരുന്നത്. അന്ന് ഉച്ചക്ക് വന്നിട്ട് രാത്രിയാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇതാണ്, സിദ്ദിഖയുടെ വീട്ടിലാണ് കൂടുന്നത്. അങ്ങനെ ആ സമയത്ത് രാത്രി ഒരു 10 മണിക്കാണ് പുള്ളി വീണ്ടും പോകുന്നത്. വളരെ ടയർഡായിട്ടാണ് പോകുന്നത്. ഒരു ദുശീലങ്ങളില്ലാത്ത ആളാണ്. അപ്പോ അതെടുത്ത് പറയണം, ഒന്നുമില്ല, സിഗരറ്റ് വലിയില്ല, മുറുക്കലില്ല. അപ്പൊ സാധാരണ ഇത് കഴിഞ്ഞാല് ഞങ്ങളെല്ലാവരും പോകുന്നത് സിദ്ദിഖാണ് COF ചെയ്ത് എല്ലാവരും ഓക്കെ ഞങ്ങൾ ഓരോരുത്തർ പോകുമ്പോഴേ ഏതാണ്ട് ഒരു 10-11 മണി എല്ലാവരും അവിടെ നിന്ന് പോകും. അപ്പോൾ അന്ന് സംഭവിച്ചതല്ല, ഇക്കാണ് എല്ലാവരെയും ബൈ പറഞ്ഞു പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. ആ പോക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പിന്നെ പുള്ളി വരുന്നത് ഇതായിട്ടാണ്. സിദ്ദിഖ് എന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ തെരുവിൽ നിന്നും പെറുക്കി ജീവിക്കുന്ന കന്നാസ് കടലാസ് മുതൽ സാധാരണക്കാരായ കലാകാരന്മാർക്ക് അസാധാരണമാം വിധം സാധാരണമായ ആൾക്കാരുടെ കഥ പറഞ്ഞ് എത്രത്തോളം അസാധാരണമായ ദൂരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് സൽമാൻ ഖാനെ വെച്ച് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഒരു ചിത്രം 100 കോടി ക്ലബിലെത്തിക്കുന്നത് വരെ ഒരു സംവിധായകൻ സാധാരണ എറണാകുളത്തെ ഒരു നാട്ടിൻപുറത്ത് നിന്നും ജനിച്ചു വളർന്ന് എത്തുക എന്ന് പറയുന്നത്. ഇത്രയും സമയം സിദ്ദിഖ് എന്ന സംവിധായകന്റെ ബാല്യകൗമാര യൗവനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ കരിയറിലൂടെ, അദ്ദേഹം എന്ന വ്യക്തിയിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്തു, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളെ കുറിച്ച് അതിനോടൊപ്പം നമ്മൾ സംസാരിച്ചു. സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ എത്തി. അതിൽ ഏറ്റവും എടുത്തു നന്ദി പറയുന്ന ഒന്ന് ലാൽ സാർ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, ആശുപത്രിയിൽ ചെന്ന് കണ്ട നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പം അത് ഇവരുടെ ഒരു സൗഹൃദത്തിന്റെ ആഴം വെച്ച് വലിയ വേദനയുള്ളതും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടിയിൽ എത്തുക എന്നതിന്റെ പ്രസക്തി എന്തെന്ന് അവനവനോട് ചോദിച്ചാൽ ഉത്തരമില്ലാത്തതുമൊക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. എങ്കിലും ഞങ്ങളുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ചു വന്നതിന് ലാൽ സാറിന് നന്ദി, സാലിക്കയ്ക്ക് നന്ദി, അശോകൻ ചേട്ടൻ ഒരു സമകാലീനനാണ്, സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്, പ്രസാദേട്ടൻ, ഗായകനായ അഫ്സൽ, ഏലൂർ ജോർജ് ചേട്ടൻ തുടങ്ങി ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ലക്കത്തിൽ സിദ്ദിഖ് എന്ന കഥാകൃത്തിന്റെ നമ്മൾ പറഞ്ഞു പോകാത്ത പല എപ്പിസോഡുകൾ കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമകളുടെ കഥകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകൾ, തിരക്കഥകൾ, അയാൾക്കത് എഴുതുകയാണ് പോലുള്ള പടങ്ങളുടെ കഥ സിദ്ദിഖാണ്. മക്കൾ മഹാത്മ്യത്തിന്റെ കഥ സിദ്ദിഖാണ്. തിരക്കഥകൾ എഴുതിയ സിനിമ, സംവിധാനം ചെയ്ത സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ ആമുഖത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തകർക്കാനാവാത്ത
റെക്കോർഡുകളുടെ ഉടമയായി സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ആ കൂട്ടുകെട്ടിൽ വന്ന സിദ്ദിഖയുടെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ഒരു പരമ്പരയുടെ ഈ ലക്കം പൂർണ്ണമാകുന്നു. അതിന് തൊട്ടുമുമ്പായി നമുക്ക് ആൽബം സൈനിങ്. നമ്മളെല്ലാം സ്നേഹിക്കുന്ന സിദ്ദിഖയുടെ സഹോദരൻ സാലിക്കയ്ക്ക് പ്രിയപ്പെട്ട ലാൽ സാർ അമൃത ടിവിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉപഹാരം സമർപ്പിക്കും. പാട്ടുകൾ പലപ്പോഴും നമുക്ക് കേൾക്കും തോറും ഇഷ്ടം കൂടി വരുന്നവയാണ്. എന്നാൽ നർമ്മത്തെക്കുറിച്ച് പലരും പറയുന്ന ഒരു പരാതി ഇത് മുഴുവൻ കേട്ടതാണ്, പുതിയതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ നർമ്മം കാലം കഴിയും തോറും കൂടുതൽ ശക്തിയുള്ളതായി മാറുകയും വീണ്ടും വീണ്ടും കാണുമ്പോൾ ആദ്യം കണ്ട അതേ ചിരിയോ അതിൽ കൂടുതൽ ചിരിയോ നമുക്ക് സമ്മാനിക്കുന്ന വിധത്തിലാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജീനിയസിനെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അത്തരത്തിൽ മലയാളികളുടെ ചിരി ഓർമ്മകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ പ്രതിഭാധനനായ സംവിധായകൻ സിദ്ദിഖ് സാർ. ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുകയാണ്.